നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നാം വരുന്നത് നമ്മുടെ കഴിവ്, അറിവ്, പഠിപ്പ്, സ്തോത്രം ഇതൊന്നും പ്രദർശിപ്പിക്കാൻ കഴിയത്തില്ലാത്ത ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ മുൻപിലുള്ള പ്ലാറ്റ്ഫോമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത്രയൊക്കെ മനസ്സിലായി? ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. ശ്രദ്ധിച്ച് കേട്ടേ, അല്പസമയമേ ഉള്ളൂ. ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ ഒരുപാട് ജഡ്ജസ് ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാകൂ. ഒരുപാട് ജഡ്ജസ് ഇരിക്കും. എന്തിനു വേണ്ടിയാണ്? അവരെ ജഡ്ജ് ചെയ്യാൻ, അവരെ അത് നോക്കാൻ, അവർ ചെയ്യുന്ന അവരെ കഴിവുകളെ, അവരെന്താണ് ചെയ്യുന്നുവോ അത് ചെയ്യുന്നതിന്, പാട്ടാകട്ടെ, അല്ലെങ്കിൽ പ്രസംഗം ആകട്ടെ, അല്ലെങ്കിൽ മോണോ ആക്ട് ആകട്ടെ, അല്ലെങ്കിൽ മിമിക്രി ആകട്ടെ, അല്ലെങ്കിൽ എന്തോ ആകട്ടെ, ദൈവത്തിന് സ്തോത്രം, അല്ലെങ്കിൽ കോമഡി ആകട്ടെ, അല്ലെങ്കിൽ എന്തോ ആകട്ടെ, മറ്റുള്ളവരെ അനുകരിക്കുന്നതാകട്ടെ, എന്തോ ആകട്ടെ. പക്ഷെ അവിടെ ജഡ്ജ് ചെയ്യാൻ ജഡ്ജസ് ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവർ ചെയ്യുന്നതനുസരിച്ച് അവർക്ക് ചിലപ്പോൾ ആ ജഡ്ജസ് തന്നെ എഴുന്നേറ്റ് നിന്ന് ഹായ്, കൊള്ളാം, നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് അഭിനന്ദിക്കും, അല്ലേ? അവരുടെ കഴിവുകളെ വെളിപ്പെടുത്തുന്ന പ്ലാറ്റ്ഫോമുകൾ. പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ കഴിവ് വെളിപ്പെടുത്താൻ ഒരിക്കലും നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? മനുഷ്യൻ്റെ മുൻപിലും ചില മാനുഷിക പ്ലാറ്റ്ഫോമുകളുടെ മുൻപിലും മനുഷ്യനെ വെളിപ്പെടുത്തുമ്പോൾ ഇന്ന് പകൽക്കാലം ഒരു ദൈവ പൈതലിന് ഒരിക്കലും ക്രിസ്തുവിൻ്റെ മുൻപിൽ വന്ന് അവരെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല. അവരെ കഴിവുകളെ വെളിപ്പെടുത്തുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല യേശുവിൻ്റെ പാദപീഠം. പിന്നെയോ കഴിവുകളെ മരിപ്പിക്കുന്ന, അറിവുകളെ മരിപ്പിക്കുന്ന, ജ്ഞാനത്തെ മരിപ്പിക്കുന്ന, ബുദ്ധിയെ മരിപ്പിക്കുന്ന, പഠിപ്പിനെ മരിപ്പിക്കുന്ന സ്തോത്രം സ്ഥലമാണ് യേശുവിൻ്റെ പാദപീഠം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധി കൊണ്ടോ, നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ ജ്ഞാനം കൊണ്ടോ, നമ്മുടെ പഠിത്തം കൊണ്ടോ എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ മുൻപിൽ വരുന്ന ഒരു വ്യക്തി മുട്ടുമടക്കി മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഞാനല്ല ക്രിസ്തു, എൻ്റെ സ്വയങ്ങളെ മരിക്കാൻ, തന്നെത്താൻ ത്യജിക്കാൻ, നാൾതോറും തൻ്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം, കുരിശുമലയിലൊക്കെ പോയ ആൾക്കാരുണ്ട്. അപ്പോൾ കുരിശുമല പോകുമ്പോൾ ഒരാൾ പറഞ്ഞു കൊടുത്തു, കുരിശുമല അവിടെ ഒന്നും പോകാൻ പാടില്ല, ഇനി കർത്താവ് സ്തോത്രം യേശു ക്രിസ്തു അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടില്ലല്ലോ, ഇന്ന മലയിലൊന്നും ചവിട്ടാൻ പാടില്ല, ഇവിടെ ഒന്നും പോകാൻ പാടില്ല. അപ്പോൾ അവർ തിരിച്ചു പറഞ്ഞ മറുപടി കേൾക്കണോ? സ്തോത്രം, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് കുരിശെടുത്തുകൊണ്ട് പോവാൻ, പിന്നെ കുരിശുമല പോവാതെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെന്നൊന്ന്. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കേണ്ടത് ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ? നിങ്ങളത് വായിച്ചിട്ടില്ലേ? ആ ഭാഗത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? പോകുന്നത്. കണ്ടോ? സത്യമാണോ? എന്തെന്നാ? എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ക്രൂശ്, എന്നെ തന്നെ ത്യജിക്കുന്ന ക്രൂശ്, എന്നെ തന്നെ വിട്ടുകൊടുക്കുന്ന ക്രൂശ്, എന്നെ തന്നെ ഒഴിഞ്ഞു കൊടുക്കുന്ന ഇടം, എൻ്റെ കഴിവിനെ വെളിപ്പെടുത്തിയാൽ പ്രസാദിക്കാത്ത ഇടം, എൻ്റെ ജ്ഞാനത്തെ പങ്കുവയ്ക്കാൻ പറ്റാത്ത ഇടം. കർത്താവ്, എനിക്ക് ഇന്ന കഴിവുണ്ട് കേട്ടോ, എനിക്ക് ഇന്ന പാടാൻ കഴിവുണ്ട്, എനിക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ട്, എൻ്റെ പഠിത്തത്തെ വെളിപ്പെടുത്താൻ പറ്റാത്ത സ്ഥലമാണ് യേശുവിൻ്റെ മുൻപിൽ. സ്തോത്രം. യേശുവിൻ്റെ മുമ്പിൽ ഒരു വ്യക്തിക്ക് പോലും ചെന്ന് നിന്ന് കർത്താവേ എനിക്ക് ഇന്ന കഴിവുണ്ട്, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ കർത്താവ് നോക്കുമോ? ഇല്ല. പിന്നെയോ ഞാൻ മരിപ്പിക്കുമ്പോൾ, എന്നെ തന്നെ ത്യജിക്കുമ്പോൾ, എന്നെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ, എന്നെ തന്നെ ഉടയ്ക്കുമ്പോൾ ഇറങ്ങി വരുന്ന ഒരു കരമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ കരമേ ഉള്ളൂ. ഞാൻ പറയാം, മനുഷ്യനുണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം, വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകൾ പോയി നിൽക്കും. അവരവരുടെ വാസന, അവരവരുടെ കഴിവ്, അവരവരുടെ പഠിപ്പ് പ്രദർശിപ്പിക്കാൻ ബുദ്ധിയുള്ള പൈതങ്ങളുണ്ട്. ഒരുപാട് പൈതങ്ങൾ ബുദ്ധിയുള്ളവരുണ്ട്. അവർ ചില ക്വിസ് പ്രോഗ്രാമിന് പങ്കെടുക്കും. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ജഡ്ജ് ചെയ്യാൻ ചിലർ കാണും. അവർ നോക്കിയിട്ട് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കും. ചില മൂന്നോ നാലോ സ്തോത്രം അവർക്ക് ഇട്ടുകൊടുക്കും. അതിലേതെങ്കിലും ഒന്നായിരിക്കും ശരി ആൻസർ. സ്തോത്രം. ബുദ്ധിയുള്ളവർ പറയും, ഇത്ര രൂപ വെച്ച് കോടികളൊക്കെ സമ്പാദിക്കുന്നവരുണ്ട്, അങ്ങനെ പൈസ കുറച്ച് കിട്ടുന്നവരുണ്ട്, കൂടുതൽ കിട്ടുന്നവരും ഉണ്ട്. അവരുടെയൊക്കെ സ്തോത്രം ജ്ഞാനവും കഴിവും അറിവും ഒക്കെ ആ പ്ലാറ്റ്ഫോമിൽ വെളിപ്പെടുത്താം. അപ്പോൾ ജഡ്ജസ് ഒരുപക്ഷെ കൊള്ളാം, നന്നായിരിക്കുന്നു, നല്ല ബുദ്ധി, ലോകം അറിയും, ദേശം അറിയും, പട്ടണം അറിയും, പക്ഷേ സ്വർഗം അറിയുമോ? ഇല്ല. ദൈവത്തിന് വരെ അറിയാമോ? ദൈവത്തിന് വരെ അറിഞ്ഞൂടാ. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്താൽ? ചെയ്യുന്ന തെറ്റെന്നോ അത് ശരിയെന്നോ അല്ല ഞാൻ പറഞ്ഞു വന്നത്. ഈ ലോകത്തിൽ ഒരുപാട് പ്ലാറ്റ്ഫോമുണ്ട്. അവിടെ എല്ലാം
ജഡ്ജസ്മാർ ഇപ്പോൾ പാട്ടുകാരുണ്ട്, പാടാൻ വേണ്ടി നിൽക്കുമ്പോൾ നല്ല രീതിയിൽ പാടുന്ന ആളാണെങ്കിൽ അതിൻ്റെ കറക്റ്റ്, അതിൻ്റെ കൊളുത്തും കുണുക്കും അതിൻ്റെ എല്ലാം കറക്റ്റായിട്ട് പാടുന്ന അതിൻ്റെ ഭാവവും അതിൻ്റെ അതേ താളത്തിൽ പാടുന്ന, അല്ലെങ്കിൽ അത് ഒറിജിനാലിറ്റിയോടെ, അല്ലെങ്കിൽ ആ പാട്ട് എങ്ങനെ അവർ പാടി വച്ചിരിക്കുന്നുവോ അതേപോലെ പാടുന്നവരെ പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പാട്ട് തീരുമ്പോൾ ജഡ്ജസ് അതിനു മുമ്പ് എന്ത് ചെയ്യും? എഴുന്നേറ്റ് നിൽക്കും. വേണമെങ്കിൽ ചെന്ന് ആ കുഞ്ഞിനെ തൂക്കിയെടുത്ത് തോളിലും ഇടും. ചിലപ്പോൾ അവർ നമസ്കരിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ്? ഇതുപോലെയാണോ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് നമ്മളെ കഴിവ്, എൻ്റെ പഠിത്തം, ഞാൻ പ്രസംഗിക്കാം പ്രാക്ടീസ് ചെയ്ത് വന്ന് പ്രസംഗിക്കുന്നു, പാടാൻ പ്രാക്ടീസ് ചെയ്ത് പാടുന്നു, അല്ലെങ്കിൽ എൻ്റെ കഴിവ്, എൻ്റെ വെളിപ്പ്, എൻ്റെ ജ്ഞാനം, എൻ്റെ മിടുക്ക്, എൻ്റെ പദവി, എൻ്റെ പത്രാസ് അവിടെ വെളിപ്പെടുത്താൻ പറ്റുമോ? അവിടെ ദൈവം പ്രസാദിക്കുമോ? ദൈവം എഴുന്നേറ്റ് നിൽക്കുമോ? ഇല്ല. പിന്നെ ദൈവം എഴുന്നേൽക്കുന്നത് എൻ്റെ പാവത്തെ വിട്ടു തിരിഞ്ഞ് എൻ്റെ അപ്പൻ്റെ മുമ്പിൽ മുട്ടും മടക്കുമ്പോൾ എൻ്റെ ദൈവം എഴുന്നേറ്റിട്ട് എൻ്റെ മാറോട് ചേർത്ത് ആ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് എൻ്റെ കുറവുകളെ തകർത്ത് എൻ്റെ തെറ്റുകളെ ഉടച്ച് എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് ബലഹീന പാത്രമാകുന്ന എന്നെ കർത്താവ് കുശവനാകുന്ന ദൈവം സ്വത്രം എടുത്തിട്ട് ഈ രമ്യാവിൻ്റെ പുസ്തകത്തിൽ 17-ാം അധ്യായം അതിൻ്റെ 1-ാം വചനം മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. സ്വത്രം ഇരമ്യാവിനോട് പറയും, നീ കുശവന്റെ വീട്ടിലേക്ക് പോവുക. വായിച്ചേ ഇരമ്യാവിൻ്റെ പുസ്തകം 17-ാം അധ്യായം 1 മുതൽ വായിച്ചേ. ഇരമ്യാവിൻ്റെ പുസ്തകം 17-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വായിച്ചേ. യഹൂദായുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിന്റെ മുനമ്പ് കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു. അതവരുടെ ഹൃദയ 14 അല്ലേ? ഇരമ്യ 14 നോക്കിയേ, 14 നോക്കിയേ. ഇരമ്യാവിന്റെ പുസ്തകം 18 വായിച്ചേ. യഹോവയെങ്കിൽ നിന്ന് ഇരമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അടുത്ത് അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. അടുത്ത് അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. അടുത്ത വരി, കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി. അടുത്ത്, എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ, ഇസ്രായേൽ ഗ്രഹമേ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ? ഇതിന്റെ അർത്ഥവ്യാപ്തിയൊക്കെ വേറെയാണ്. ഇതിന്റെ അർത്ഥവ്യാപ്തിയൊക്കെ ഇത് എഴുതിയപ്പോഴും ഇപ്പോഴും ഇത് വ്യാഖ്യാനിക്കുമ്പോൾ ഇതിന്റെ അർത്ഥം വേറെയാണ്. ഇത് ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് ദൈവം എഴുതുന്നത്. ഇവർ ചിതറിക്കിടക്കുകയാണ്. ഇവർ ഇനിയും കയ്യിലെടുത്ത് പണിത് കുത്തിയമെങ്കിലേക്ക് നോക്കാൻ ദൈവം മതിയാവനാണ്. അതാണ് അതിൻ്റെ ആശയങ്ങൾ. അത് ഞാൻ പറയുന്നില്ല, എങ്കിൽ ഞാൻ ഇപ്പോൾ പറയുകയാണ്, എന്നെയും നിങ്ങളെയും കൊടുത്ത് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മകത്ത് ഓരോ വചനത്തിനും അതിൻ്റെ സത്യാവസ്ഥയുണ്ട്, അതിൻ്റെ ആശയമുണ്ട്, അതിൻ്റെ യാഥാർത്ഥ്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. കുശവനാകുന്ന യേശു കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ലോകത്തിൻ്റെ മനുഷ്യൻ്റെ മുൻപിൽ പ്ലാറ്റ്ഫോമുകൾ, വ്യത്യസ്തമായ നിലവാരങ്ങൾ മനുഷ്യൻ ജഡ്ജ് ചെയ്യും, നല്ല കമൻറ്റ് പറയും, പിന്നെ നല്ല രീതിയിൽ അവരെ പ്രശംസിക്കും, പുകഴ്ച തരും, അവർ ട്രോഫി തരും, അല്ലെങ്കിൽ പൈസ തരും, അല്ലെങ്കിൽ 1-ാം സ്ഥാനത്ത് എത്തുമ്പോൾ ഫ്ലാറ്റ് കിട്ടും, അല്ലെങ്കിൽ പലതും സ്വർണം കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമായിരിക്കും. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുമ്പിൽ കഴിവുകളെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല. എൻ്റെ കഴിവുകേടിനെ ഉണരുമ്പോൾ, ഞാൻ ഏത് വല്ലെന്നും ചാവാൻ വിട്ടുകൊടുക്കുമ്പോൾ, എന്നെ തന്നെ ത്യജിക്കുമ്പോൾ, അപ്പാ ഞാൻ യോഗ്യനല്ല അപ്പാ എന്ന് അപ്പൻ്റെ മുൻപിൽ വീഴുമ്പോൾ, എൻ്റെ അപ്പൻ എന്ത് ചെയ്യുന്നറിയാമോ? എഴുന്നേറ്റ് വന്നെടുക്കും. ഇവിടെ ഈ ലോകത്തിലുള്ളവർ അങ്ങനെ എടുക്കുമോ? ഇല്ല. പിന്നെ ലോകത്തിലുള്ള എടുക്കണമെന്ന് എന്ത് ചെയ്യണം? ഇപ്പം സുജാത അല്ലെങ്കിൽ KS ചിത്ര വാനമ്പാടി അല്ലേ, അവർ പാടിയ ഒരു പാട്ട് അതുപോലെ പാടുമെന്ന് വെച്ചോ. അവർ പാടി വച്ചിരിക്കുന്നത് പോലെ പാടിയെന്ന് വെച്ചോ. സ്തോത്രം. ഒരാൾ പാടിയാൽ അവിടെ ഇരിക്കുന്ന ജഡ്ജസ് മൊത്തം എന്ത് ചെയ്യും? എഴുന്നേൽക്കും, സ്റ്റേജിൽ പോകും, അവർ ഒരുപാട് പ്രശംസിക്കും, അവർക്ക് 100 കൊടുക്കൂലേ? അവരെ കഴിവാണ് അവിടെ തെളിയിച്ചത്. അവർ രാത്രിയും പകലും ആ പാട്ട് പഠിച്ച് ആദ്യം കേട്ട് അടുത്തതിൻ്റെ താളം മനസ്സിലാക്കി അതിൻ്റെ അടുത്ത് ഓരോ ലൈനിലും ഓരോ വാക്കിൽ എന്തൊക്കെ സംഗതികൾ അതിനകത്തുണ്ട് ആ സംഗതികൾ പാടുമ്പോൾ പുറത്ത് വരില്ല, പക്ഷെ അകത്തെല്ലാ സംഭവവും വരും. ഓരോ വാക്കിൻ്റെ അകത്തും 3 കൊളുത്ത് ചിലത്ത് കാണും. ഈ 3 കൊളുത്ത് ഇതിനകത്ത് വരും. പക്ഷേ അത് പുറത്ത് വന്നില്ലെങ്കിൽ ആ പാട്ടിനകം ഭംഗി വരും. നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടൂ, ഞാൻ പറയുന്നത് വേറെയാണ്. അപ്പോൾ ഇവർ ഇതുപോലെ കുഞ്ഞു നിന്ന് പാടുമ്പോൾ ഈ പാട്ടറിയാമെന്നുള്ള ജഡ്ജസ് എന്ത് ചെയ്യും? ചാടി ഓടി വന്ന് അവരെ എടുത്ത് പ്രശംസിക്കും. അവരുടെ പാട്ട് പഠിച്ച്
തെളിയിച്ച് അവരുടെ ആ ലോകപരമായി പാട്ടിലുള്ള തഴക്കം പ്രാപിച്ച്, ആ പാട്ടിലുള്ള പ്രാഗൽഭ്യം പ്രാപിച്ച് അവരുടെ കഴിവിനെ ആ പ്ലാറ്റ്ഫോമിൽ വന്ന് വെളിപ്പെടുത്തുമ്പോൾ അവിടെ ഇരിക്കുന്ന ജഡ്ജസിന് ഇരിക്കാൻ പറ്റത്തില്ല, തൂക്കിയെടുക്കും, തോളിലിടും, അവരെ അഭിനന്ദിക്കും, നല്ല രീതിയിൽ പറയും. ഇനി ചിത്രയാണ് KS ചിത്ര എന്ന വാനമ്പാടിയാണ് പാടിയതെങ്കിൽ ഒരുപക്ഷെ ഈ ജഡ്ജസ് വേണമെങ്കിൽ ആ പാട്ട് ചിത്രയും വേണമെങ്കിലും കേൾപ്പിക്കും. നിങ്ങൾ പാടി വെച്ചതുപോലെ ഇന്ന കുട്ടി പാടിയെന്ന് പറഞ്ഞ് അവർ വന്ന് വേണമെങ്കിൽ തൂക്കിയെടുത്ത് ഉമ്മ ഒക്കെ കൊടുത്തെന്ന് വരും. പക്ഷേ ദൈവമില്ല. ഇവിടത്തെ കഴിവ് ഇവിടെ കൊണ്ട് തീരും. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ ഇവിടത്തെ കഴിവ് മരിപ്പിക്കുന്ന സ്ഥലമാണ് ഇവിടെ. എൻ്റെ ഇവിടുത്തെ ജ്ഞാനം നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്നാണെങ്കിൽ അറിഞ്ഞു ഞാൻ പറഞ്ഞു വന്നത്. എൻ്റെ ഇവിടുത്തെ ജ്ഞാനം, എൻ്റെ ഇവിടുത്തെ അറിവ്, എൻ്റെ ഇവിടുത്തെ കഴിവ്, എൻ്റെ ഇവിടുത്തെ ബുദ്ധി, എൻ്റെ ഇവിടുത്തെ താളലയം. ഞാൻ താളത്തിൽ പാടിയാലേ ചിലത് വരും. അല്ല, താളത്തിൽ പാടല്ല, ആത്മാവിൽ പാടണം. മാറ്റം കണ്ടോ? മറ്റത് പഠിച്ച് താളമിട്ട് താളത്തിനൊത്തവണ്ണം. പക്ഷെ സ്വർഗം പ്രസാദിക്കണമെങ്കിൽ, കർത്താവ് ചിരിക്കണമെങ്കിൽ, കർത്താവ് ആനന്ദിക്കണമെങ്കിൽ പാട്ടെങ്ങനെ വരണം? ദൈവത്തിൻ്റെ സ്വർഗത്തിൽ നിന്ന് എൻ്റെ മേൽ പകർന്ന ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ആരാധനയും പാട്ടും പ്രാർത്ഥനയും പ്രസംഗവും സ്വർഗത്തിലെ ദൈവം എനിക്ക് ഗിഫ്റ്റായി തന്ന ആത്മാവിൻ്റെ നിറവിന്, ആ ആത്മാവിൻ്റെ ഒഴുക്കിലൊത്തവണ്ണം ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് അവിടെ നടക്കുന്നതെങ്കിൽ ഞാൻ പറയാ, ദൈവം അതിനകത്ത് നടക്കും, ദൈവം അതിനകത്ത് പ്രസാദിക്കും, ദൈവം നോക്കും, ദൈവം ചിരിക്കും, ദൈവം ആനന്ദിക്കും. ദൈവം അടുത്ത് വന്നിന്ന് പറയുകയും ചെയ്യും, മോനെ ഇന്നത്തെ നിന്റെ ശുശ്രൂഷ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനൊരു വാക്ക്? കേട്ടിട്ടുണ്ടോ? കരമൊന്ന് ചേർത്തടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ ജ്ഞാനം വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരു ഇടമല്ല. പിന്നെയോ, എന്നെ മരിപ്പിച്ചു കൊടുക്കുമ്പോൾ കുശവനാകുന്ന ദൈവം കളിവണ്ണാകുന്ന എന്നെ എടുത്തിട്ട് ഒന്നുകൂടെ ഇടിച്ചു നുറുക്കി പൊളിച്ചിട്ട് എൻ്റെ അപ്പൻ ഇഷ്ടപ്പെട്ടൊരു പാത്രമാക്കി, എൻ്റെ പാപത്തിൻ്റെ കറകളെല്ലാം പൊളിച്ചിട്ട് എന്നെ അപ്പൻ ഇഷ്ടപ്പെട്ടൊരു പാത്രമാക്കി എൻ്റെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? മെനയും. എൻ്റെ അപ്പനെ കണ്ടാൽ ഞാൻ പറയാ, എൻ്റെ അപ്പൻ കയ്യിലെടുത്തിരിക്കും. എൻ്റെ അപ്പനെ കണ്ടിട്ട് എൻ്റെ കഴിവിനെ വെളിപ്പെടുത്താൻ നിന്നാൽ അവിടെ ഒരു കാര്യവും നടക്കത്തില്ല. എന്നാൽ എൻ്റെ കഴിവുകേട് ഉണർന്നാൽ അവിടെ എൻ്റെ അപ്പൻ എന്നെ എടുക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ കഴിവുകേട് ഉണർന്നാൽ, യേശുവേ എന്നെ കൊണ്ടൊന്നിനും പറ്റുന്നില്ല, എന്നെ കൊണ്ട് മുന്നോട്ടൊന്നും പറ്റുന്നില്ല, എനിക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അപ്പനെ ആരാധിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അപ്പനെ സ്തുതിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കുറവുകളുണ്ട്, എൻ്റെ ജീവിതത്തിനകത്ത് ബലഹീനത കൊണ്ട്, എൻ്റെ ജീവിതത്തിനകത്ത് ഇന്ന പാവത്തെ ജയിക്കാൻ എനിക്ക് പറ്റുന്നില്ല. കർത്താവ് നിന്റെ മുൻപിൽ വരാൻ ഞാൻ ഏതുമില്ല എന്ന് ഒരു മനുഷ്യൻ തകരുന്നവൻ്റെ അടുക്കൽ എൻ്റെ ദൈവം ഇറങ്ങുക. അവൻ അങ്ങോട്ട് കയ്യിലെടുത്തൊന്ന് പൊളിക്കും, ഒന്ന് പണിയും, ഒന്ന് മിനുക്കും, കർത്താവിന്റെ ആത്മാവിനെ പകരും. അതൊരു അനുഗ്രഹ പാത്രമായി വെളിയിൽ വരും. തെളിവാണോ? യേശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം 1-ാം വചനം മുതൽ ടക്കനെ വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകം പറയുന്നു. യേശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ഉസ്സിയാവ് രാജാവ് മരിച്ച ആണ്ടിൽ യഹോവയാകുന്ന ദൈവം ഇരുന്ന് ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇത് വായിക്കുമ്പോൾ ഇരമ്യാവിന്റെ ആ വാക്യം വായിച്ച് തീർത്തിട്ട് പോയേ, അടുത്ത് ഇരമ്യാവിൽ പോകാൻ സമയമില്ല. ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ. നോക്കിയേ, ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർ പറയുകയാണ്, പ്രാർത്ഥന എല്ലാം പോയി, ആരാധന പോയി, എല്ലാം പോയി എന്ന് വെച്ചോ. പക്ഷേ കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ ഇന്ന് ഞാനും നിങ്ങൾ ആരെ കേൾപ്പിച്ചു കൊടുക്കും? ഞാനും നിങ്ങളും കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഇരിക്കുകയാണ്. എന്തിനു വേണ്ടി? പണിയാൻ. ആരാ പണിയുന്നേ? ഓഹോ, സ്തോത്രം. കർത്താവ് യേശു പണി കൊടുക്കാൻ ആഗ്രഹമുണ്ടോ? പണിയും യേശു പണി. ഹല്ലേലൂയ. വായിച്ച ആ വരി ഇപ്പൊ വായിച്ച വാക്ക് ഒന്നുകൂടെ വായിച്ചേ. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു. ഞാൻ ഒരു ജാതിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ. കുശവന്റെ കയ്യിലെ കളിമണ്ണാണ് ഞാനും നിങ്ങളും. ഇന്ന് അപ്പൻ്റെ കൈ ഇരിക്കുകയാണ്. ഈ ആരാധന കഴിയുമ്പോൾ അപ്പച്ചൻ പണിതാണ് അയക്കാൻ പോകുന്നത്. ഇനി നേരത്തെ വായിച്ച വചനത്തിലേക്ക് വരാം. കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ കണ്ടാൽ ഞാൻ പറയാം, എൻ്റെ കഴിവ് പ്രദർശിപ്പിക്കാൻ പറ്റത്തില്ല, എൻ്റെ പഠിപ്പ് കർത്താവെ എനിക്ക് ഉൽപ്പത്തി മുതൽ വെളിപ്പാടിനെ അറിയാം കേട്ടോ. ഞാൻ എൻ്റെ യേശു ഇറങ്ങി വന്നു നിന്നാൽ ഞാൻ ചിന്തിക്കും, ദൈവമേ എന്താകും സ്ഥിതി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സ്തോത്രം. കാരണം വചനത്തിൽ അങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് കർത്താവിനോട് പറയുന്ന ഇടമായിരിക്കുമോ യേശുവിനെ കണ്ടാൽ?
എൻ്റെ പൊന്നേ സ്തോത്രം. യെശയ്യാവ് അങ്ങോട്ട് കണ്ടു. എന്താ നടന്നു നോക്കിയേ? ഉശ്യാവ് രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അടുത്ത് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. എൻ്റെ അപ്പൻ ഇറങ്ങിയാൽ ആ വസ്ത്രത്തിന്റെ വിളുമ്പ് എവിടെ ഇരിക്കും? എവിടെ പറ? മന്ദിരത്തെ നിറച്ചിരിക്കും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പള്ളിയെ നിറച്ചിരിക്കും, വീടിനെ നിറച്ചിരിക്കും, നമ്മെ നിറച്ച് ആ അഭിഷേക നദി നമ്മളിൽ നിറച്ച്, നമ്മളെ വീടിനെ നിറച്ച്, നമ്മളെ കോമ്പൗണ്ട് നിറച്ച്. വസ്ത്രത്തിന്റെ വിളുമ്പുകൾ ആലയത്തെ നിറച്ചിരുന്നു. ഇന്ന് ആ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ, ഇന്ന് ആ കൃപ, ഇന്ന് ആ അഭിഷേകം, ഇന്ന് ആ ദൈവശക്തി നമ്മുടെ മേൽ നിറക്കാൻ യേശു വന്നിട്ടുണ്ട്. അപ്പൻ അവിടെ നിൽക്കുകയാണ്. നിൽക്കുമ്പോൾ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ ആലയത്തെ നിറച്ചിരുന്നു. അടുത്ത വരി. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഞാൻ നോക്കും, കർത്താവേ, ഈ സാറാഫുകൾ ചുറ്റും നിൽക്കുകയാണല്ലോ. അടുത്ത് ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 6 ചിറകുണ്ടായിരുന്നു. അടുത്ത് 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് കാല് മൂടി, 2 കൊണ്ട് പറന്നു, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ആര്? യെശയ്യാവ്. ഞാൻ എനിക്ക് അയ്യോ കഷ്ടം. അപ്പച്ചൻ ആരെങ്കിലും കണ്ടാൽ, ഞാൻ 5 അധ്യായം പ്രവചിച്ചു ദൈവമേ എന്നല്ല യെശയ്യാവ് പറഞ്ഞത്, അലറിക്കരഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ? കാണേണ്ടവനെ കണ്ടാൽ എൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ പറ്റുമെന്നല്ല, ഞാൻ കത്തിച്ചണനൂല് പോലെ ചാരമാകും. എൻ്റെ കഴിവുകൾ, എൻ്റെ മിടുക്കുകൾ, എൻ്റെ ജ്ഞാനം കത്തിയിട്ട് എൻ്റെ പാവം അവിടെ വെളിയിൽ വരും. ദൈവത്തിന് സ്തോത്രം. യെശയ്യാവിന് നിൽക്കാൻ പറ്റിയില്ല. അടുത്ത വരി വായിച്ചേ. ഞാൻ നശിച്ചു. അടുത്ത ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള ഒരു മനുഷ്യൻ. അടുത്ത ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. എന്തിനാണ് ഇത്രയും യെശയ്യാവ് തകരാൻ കാരണം? കണ്ണാരെ കണ്ടു? നമ്മൾ കണ്ട എങ്ങനെ ഇരിക്കുന്നു നോക്കിയേ. എൻ്റെ പൊന്നെ, എത്രയൊക്കെ മനസ്സിലായി? ഇന്ന് ഈ പള്ളിക്കകത്ത് നിങ്ങൾ ലൈവായിട്ട് കാണുന്നെന്ന് വെച്ചോ, എന്തായിരിക്കും സ്ഥിതി? ലൈവായിട്ട് അല്ലാതെ കർത്താവ് ഉണ്ട് ഇതിനകത്ത്. 2 3 പേരുടെ നാമത്തിൽ ഏക മനസ്സോടെ എവിടെ കൂടിയല്ല അവരുടെ നടുവിൽ ഞാനുണ്ട്. ഏക മനസ്സോടെ കൂടുന്നിടത്തെല്ലാം ആരുണ്ട്? യേശുപ്പച്ചനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇതാ, ദൈവത്തെ കണ്ടപ്പോൾ യെശയ്യാവിന്റെ കഴിവല്ല വെളിപ്പെട്ടത്, യെശയ്യാവിന്റെ കുറവ് വെളിപ്പെട്ടു. യെശയ്യാവ് തകർന്നു, യെശയ്യാവ് തരിപ്പണമായി, യെശയ്യാവ് ഉടഞ്ഞപ്പോൾ ആ കളിമൺ പാത്രത്തെ മിനുക്കാൻ കൊടിൽ വന്നു, തീക്കനൽ വന്നു, ദൂതൻ വന്നു, അയാളെ രക്ഷിച്ചു. അയാൾ അങ്ങോട്ടുള്ള പ്രവചനങ്ങൾ വായിക്കുമ്പോൾ ടക്കനെ വായിച്ചു പോയത്. സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അത് എന്റെ വായ്ക്ക് തൊടുവിച്ചു. നമ്മളെ ദൂതന്മാര് ദൈവത്തെ ആരാധിച്ചത് എങ്ങനെയാ നോക്കിയേ? എത്രയോ ദൂരം മാറി നിന്ന് പേടി. ആർക്ക്? ദൂതന്മാരിൽ പാവം ഉണ്ടായിരുന്നോണ്ടാണോ? അല്ല. പക്ഷെ ദൂതന്മാർക്ക് ദൂതന്മാരാരെങ്കിലും നോക്കിയോ ദൈവത്തെ? പക്ഷെ യെശയ്യാവ് നോക്കി. ദൂതന്മാർക്ക് പേടി, യെശയ്യാവിന് പേടി. പാവമുള്ളവന് പേടിയൊന്നും. നമ്മളങ്ങനെയല്ലേ? വിലയുള്ളതിന് എന്ത് ചെയ്തില്ല? ദൂതന്മാർക്ക് പേടിയുള്ളതുകൊണ്ട് ദൂതന്മാർ തങ്ങൾ മുഖത്തോട് നോക്കിയെന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തെ നോക്കിയെന്നല്ല. ദൂതന്മാർ അവരവർ തങ്ങളിൽ നോക്കി എന്ത് ചെയ്തു? 2 കൊണ്ട് മുഖം മൂടി. ആരുടെ മുമ്പിൽ? ദൈവത്തിൻ്റെ മുമ്പിൽ. 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് ഒരുവനോടൊരുവൻ. ആരോടാര്? ദൂതനോട് ദൂതൻ കണ്ടിട്ട് പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 പരിശുദ്ധൻ. ഇവർ വിശുദ്ധിയോടെ നിന്നാണ് ആരാധിക്കുന്നത്. അവർ പാവമൊന്നുമില്ല. പക്ഷേ പാവമുള്ളവൻ ആരെ കണ്ടു? ദൈവത്തെ കണ്ടു. ഈ സാറാഫുകൾക്ക് പോലും അവരാരാധനയിൽ നടുവിൽ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ മഹത്വം കണ്ട് ആരാധിക്കും. നമ്മളെപ്പോലെയുള്ളവർ ആരാധന കണ്ണ് തുറന്ന് സംസാരിച്ച് അലസതയോടെ 46 പ്രാവശ്യം ഫോണിൽ നോക്കി, 56 പ്രാവശ്യം അവിടെ കണ്ടി. നിങ്ങൾ വീട്ടിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ നോക്കിയാൽ മതി, ആലോചിച്ചാൽ മതി.
ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഇപ്പോഴൊക്കെ നമ്മളെല്ലാവരും മര്യാദക്കാരാണ്. നമ്മൾ വീട്ടിലുള്ള കാര്യം മാത്രം നോക്കിയാൽ, നമ്മളെ മുറിക്കകത്തുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. സ്വത്രം സാറാഫകൾ ഇങ്ങനെ നിന്ന് ആരാധിച്ച് നോക്കിയേ. അവർക്ക് ദൈവത്തെ നോക്കാൻ എന്തോന്ന് പേടി. പക്ഷേ യെശയ്യാവിന് അവിടെ ഒരു വിഷയവും കണ്ടു ഇല്ലേ? പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? യെശയ്യാവ് കൊടുക്കേണ്ട വില കൊടുത്തല്ല അവിടെ നിന്നത്. പക്ഷെ ദൂതന്മാർ കൊടുക്കേണ്ട വില കൊടുക്കേണ്ടവന് കൊടുത്ത് ആരാധിച്ചു. യെശയ്യാവ് കൊടുക്കേണ്ട വില കൊടുക്കുക എന്നപ്പോൾ അവൻ ദൈവത്തെ കണ്ടു. അവൻ കണ്ടപ്പോൾ അവൻ തകർന്നു. അവന് മനസ്സിലായി, ചുമ്മാ അല്ല ഈ ദൂതന്മാർ ഇങ്ങനെ നിന്ന് ആരാധിക്കുന്നത്. അയ്യോ, കണ്ടോ, വെറുതെ അല്ല, ഇത്രയും വിശുദ്ധിയുള്ള ദൂതന്മാർ ഇങ്ങനെ നിന്ന് ആരാധിക്കുന്നു. അവർ പോലും പേടിക്കുന്നു. പക്ഷെ ഞാൻ പേടിക്കാതെ നോക്കി. പക്ഷേ ഇപ്പം എനിക്ക് പേടി വന്നു. കാണേണ്ടവനെ കണ്ടപ്പോൾ അവനെ കർത്താവ് അങ്ങ് തൊട്ടു. അവനെ കരച്ചിൽ വന്നു. അവൻ തകർന്നു. അവന് പാപബോധം വന്നു. അപ്പനെ കണ്ടപ്പോൾ അവൻ്റെ കഴിവിനെ വെളിപ്പെടുത്തിയില്ല. അവന് പാപമാണ് വെളിപ്പെട്ടത്. അവൻ മുട്ടുമടക്കി കൊടിൽ കൊണ്ട് തീക്കനൽ എടുത്തു വെച്ചു കൊടുത്തു. അവൻ ശുദ്ധനായി. ഇനി നമുക്ക് പോകാം. സ്വോത്രം ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ 42-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യം വായിക്കുമ്പോൾ ഇയ്യോബിനെ കുറിച്ച് പിശാച് സാക്ഷി പറഞ്ഞു. ഇവനെപ്പോലെ നിഷ്കളങ്കൻ, നേരുള്ളവന്, ദോഷം വിട്ട് അകന്നവന്, ദൈവഭക്തനുമാകുന്ന ആരുമില്ല എന്ന് സ്വോത്രം ഇയ്യോബിനെ കുറിച്ച് പിശാച് സാക്ഷി പറഞ്ഞു. യേശു സാക്ഷി പറഞ്ഞു. എൻ്റെ ദൈവവും സാക്ഷി പറഞ്ഞു. പക്ഷെ അങ്ങനെയെങ്കിൽ ഇയ്യോബ് നോക്കിയേ, ദൈവത്തെ കണ്ടപ്പോൾ എന്താ സംഭവിച്ചേ? വായിച്ചേ, പിശാചിന്റെ സാക്ഷ്യമുണ്ട്, ദൈവത്തിന്റെ സാക്ഷ്യമുണ്ട്. പക്ഷെ അവനിൽ ഒരു കുറ്റവും ഇല്ലെന്ന് യേശുവച്ചൻ പറയുന്നുണ്ട്. സാത്താനും പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് നോക്കിയേ. സ്വോത്രം ഇയ്യോബിന്റെ പുസ്തകം 42 അതിന്റെ 5-6. ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഇപ്പോഴോ ഞാൻ എന്റെ കണ്ണാലെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്തു, പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. എന്റെ ദൈവത്തെ കണ്ടപ്പം ഇയ്യോബിന് പറയാൻ പറ്റുമോ, ദൈവമേ നീ എൻ്റെ ജീവിതത്തിനകത്ത് ഇതെല്ലാ പ്രശ്നവും വന്നപ്പോൾ ഞാൻ കർത്താവിൽ പിടിച്ചു നിന്നു? പറഞ്ഞോ? നിങ്ങൾ പറ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇയ്യോബിനെന്ന കഷ്ടത എന്തോന്നാണെന്ന് ചിന്തിച്ചു നോക്കിയേ. മറ്റൊരാളാണെങ്കിൽ ഇതെല്ലാം പറയാമെന്ന് വിചാരിക്കും അല്ലേ? കർത്താവ് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ സംഭവിച്ചു, കർത്താവ് അറിയുന്നല്ലോ അപ്പ ഇതെല്ലാം പറയുന്നു. പക്ഷെ ഇയ്യോബ് പിശാചും പാവമില്ലെന്ന് പറഞ്ഞു, ദൈവവും പാവമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇയ്യോബ് കർത്താവിനെ കണ്ടതുകൊണ്ടാണ്. അയാൾക്ക് പാവം ഉണ്ടെന്നല്ല, അയാളിന് ദൈവത്തെ കണ്ടല്ലോ. എന്തോന്ന് ഇയ്യോബ് പറഞ്ഞ എന്തോന്നാ? കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇപ്പൊ എന്ത് ചെയ്തു? എൻ്റെ കണ്ണ് കണ്ടല്ലോ. ആ കണ്ടത് കൊണ്ടാണ്. കണ്ണ് കണ്ടുപോയി. അപ്പൊ ദൈവമായിരുന്നു ചിന്തിച്ചു നോക്കിയേ. കണ്ണ് കണ്ടത് കൊണ്ട് ഇയ്യോബ് തന്നെ വെറുത്തു, പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ഇനി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 15 മുതൽ അങ്ങോട്ട് വായിച്ച ടക്കനെ ദൈവത്തെ ഒരാൾ കണ്ടാൽ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വത്രം നമ്മുടെ കഴിവുകളെ വെളിപ്പെടുത്തുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല യേശുവിൻ്റെ പാദപീഠമെന്ന് പറയുന്നത്. എൻ്റെ കഴിവ് ഉടയുന്ന, എൻ്റെ പാപം വെളിപ്പെടുന്ന, അയ്യോ ഞാൻ തകർന്നെന്ന് പറയുന്ന, അയ്യോ ഞാൻ അരിഷ്ടനെന്ന് പറയുന്ന ഒരു വ്യക്തി യേശുവിനെ കണ്ടാൽ അത് തിരിച്ചറിയാൻ പറ്റും. അയാൾക്ക് അഹങ്കാരമില്ല, അയാൾക്ക് ഞാനെന്ന പാപമില്ല, അയാൾ ഉടയും. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, എത്ര പേർ യേശുവിനെ കണ്ടിട്ടുണ്ട്? ഈ ലോകത്തിൽ നമ്മുടെ കഴിവുകളെ വെളിപ്പെടുത്താം. ഞാനിതാ എനിക്ക് ബൈബിൾ അറിയാമെന്ന് പറഞ്ഞ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഉൽപ്പത്തി മുതൽ വെളിപ്പാടിനെ അറിയാമെന്ന് പറഞ്ഞ് കാണാപ്പാടുമ്പോൾ ഒരാൾ പറഞ്ഞെന്നിരിക്കട്ടെ, ലോകത്തിലുള്ള ആൾ പറയും കൊള്ളാം, നല്ല പ്രസംഗം, നല്ല പാട്ട്, നല്ല പ്രാർത്ഥന, ഓ ആ പാസ്റ്ററിന്, അല്ലെങ്കിൽ ആ സിസ്റ്ററിന്, ആ ബ്രദറിന്, അല്ലെങ്കിൽ ആ കുഞ്ഞിന്, ആ പയ്യൻ, അല്ലെങ്കിൽ ആ മോൾക്ക് എല്ലാം അറിയാം. ഓ സ്തോത്രം, നന്നായിരിക്കുന്നു. ട്രോഫി കൊടുക്കുമായിരിക്കാം, പൈസ കൊടുക്കുമായിരിക്കാം, പ്രശംസിക്കുമായിരിക്കും, ആദരിക്കുമായിരിക്കും. പക്ഷെ ഞാൻ പറയാം, സ്തോത്രം, എൻ്റെ യേശുവിൻ്റെ മുമ്പിൽ ഒരാൾ വരുമ്പോൾ സ്തോത്രം തന്നെ ത്യജിച്ച് അപ്പൻ്റെ സന്നിധിയിൽ വീഴുന്ന ഒരു പൈതലിന് കർത്താവ് നിറഞ്ഞ്, കർത്താവ് പണിത്, കർത്താവിൻ്റെ ആത്മാവിലൂടെ വരുന്നതിന് മാത്രമേ ദൈവം പ്രശംസിക്കുകയുള്ളൂ, ദൈവം അംഗീകരിക്കുകയുള്ളൂ, ദൈവം അതിനെ വിലയിടുകയുള്ളൂ. അല്ലാത്തതൊന്നിനും ദൈവത്തിൻ്റെ മുമ്പിൽ വിലയില്ല. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? നമ്മുടെ കഴിവുകൾക്ക് മാർക്കിടുന്ന ആളല്ല ദൈവം, നമ്മുടെ മിടുക്കിന് മാർക്കിടുന്ന ആളല്ല ദൈവം, നമ്മുടെ പഠിപ്പിന് മാർക്കിടുന്ന ആളല്ല ദൈവം. പിന്നെ നമ്മുടെ കഴിവുകൾ ഉണരുമ്പോൾ, നമ്മുടെ കുറവ് ഉണരുമ്പോൾ അവിടെ ദൈവം വെളിപ്പെട്ടു വരും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ ഇതാ യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിനെ കാണുകയാണ്. വായിച്ചേ. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി
പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, വെളുത്ത് പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു. അടുത്ത് അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്, അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായി തലയുള്ള വാൾ പുറപ്പെടുന്നു, അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായി തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അടുത്ത വരി, അവനെ കണ്ടിട്ട് അവനെ കണ്ടു. ആര് കണ്ടു? ഇയ്യോബ് കണ്ടു, യെശയ്യാവ് കണ്ടു. ഇവിടെ ഇതാ യോഹന്നാൻ അപ്പോസ്തലൻ എന്ത് ചെയ്തു? കണ്ടു. കണ്ടപ്പോൾ അവരുടെ കഴിവ് വെളിപ്പെടുത്താൻ പറ്റിയില്ല, അവർ വീണു. കണ്ടോ? കഴിവുടയുന്ന സ്ഥലം, കുറവുണരുന്ന സ്ഥലം, ഒന്നും വെളിപ്പെടുത്താൻ പറ്റാത്ത സ്ഥലം, പിന്നെ ഉടയുന്നവനെ കയ്യിലെടുക്കുന്ന സ്ഥലം, പണിയുന്ന സ്ഥലം, സ്വത്രം തിരഞ്ഞെടുക്കുന്ന സ്ഥലം, ക്രിസ്തു നിറയുന്ന സ്ഥലം, ക്രിസ്തുവിന് ഇഷ്ടപ്പെട്ട പാത്രമാക്കി മാറ്റുന്ന സ്ഥലം. ഏതുമില്ലാത്തവനെ, കൊരിന്ത്യർക്ക് ലേഖനം പറയുന്ന ദൈവം തിരഞ്ഞെടുക്കുന്ന ഏതിനെയാണ്? ബലഹീനതവും നികൃഷ്ടവും ഏതുമില്ലാത്തവനെ തിരഞ്ഞെടുക്കുന്ന ഇടം. ആ വാക്യം ഒന്നുകൂടെ വായിച്ച്, ഇപ്പൊ വായിച്ചവര്. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. മരിച്ചവനെ പോലെ. അപ്പനെ ഒരുത്തൻ കണ്ടാൽ എന്താ സംഭവിക്കുക? അവിടെ എൻ്റെ കഴിവ് വെളിപ്പെടുത്താൻ പറ്റുമോ? എൻ്റെ ജ്ഞാനം, എൻ്റെ അറിവ്, എൻ്റെ പഠിപ്പ്, എൻ്റെ സർട്ടിഫിക്കറ്റ് വെളിപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യും? ഞാൻ അവിടെ മരിച്ചു വീഴും. കാരണം എൻ്റെ അപ്പനെ കാണാനുള്ളൂ. കാരണം അപ്പച്ചൻ വിശുദ്ധനാണ്, അപ്പച്ചൻ വിശുദ്ധനാണ്. ആ കർത്താവ് പറഞ്ഞു, മക്കളെ, ഓ സ്തോത്രം, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരേ. ഞാൻ വരാറായി, ഒരു വിശുദ്ധ പടമായിട്ട് ചേർക്കാനാണ് ഞാൻ വരുന്നത്. ഓ, ഞാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നത്, ലോക സ്ഥാപനത്തിന് മുമ്പേ ആഗ്രഹിച്ചത്, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആഗ്രഹം, അപ്പച്ചൻ വിശുദ്ധനാണ്. അതുകൊണ്ടാണ് എഫേസ്യർ 1:4 വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന, ദൈവത്തിന് എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് ഒരു ആഗ്രഹമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. പാപം ചെയ്യാതെ ഒരു വിശുദ്ധ മകനായി, ഒരു വിശുദ്ധ മകളായി, ഒരു കൃപയുള്ള പിള്ളയായി ജീവിക്കണമെന്ന് എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് ഇന്നലെ അല്ല ദൈവത്തിന്റെ ഉദ്ദേശം. വായിച്ചേ, എഫേസ്യർ 1:4 വായിച്ചേ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. എൻ്റെ അപ്പൻ്റെ ആഗ്രഹം ഒന്ന്, ഞാൻ വിശുദ്ധിയോടെ നടക്കണം. അപ്പച്ചൻ വിശുദ്ധനാകയാൽ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കർത്താവിനെ കണ്ടിട്ട് ഉടഞ്ഞ് വീഴുമ്പോൾ എൻ്റെ അപ്പൻ എന്നെ എടുത്ത് ആ കുശവൻ്റെ കളിമണ്ണാകുന്ന ഞാൻ എൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ ഇരുന്ന് ആ കളിമണ്ണാകുന്ന എന്നെ എൻ്റെ അപ്പൻ പണിത്, എൻ്റെ അപ്പൻ എൻ്റെ കഴിവിനെ വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരിടമല്ല എവിടെ? പറ, യേശുവിൻ്റെ മുമ്പിൽ എൻ്റെ കഴിവ് പറയാൻ പറ്റുമോ? കർത്താവെ, കേട്ടോണ്ടതില്ല, ഞാൻ പ്രസംഗിച്ച് കേൾപ്പിച്ചു തരാം. പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്നലെ മുഴുവൻ, എത്ര ദിവസം, ഇന്നലെ ഒരു ശബ്ദം ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. സ്വത്രം കേട്ടത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വേറെ വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്നത്തെ പ്രസംഗത്തിൻ്റെ കാര്യം പറഞ്ഞത്. എന്തോന്ന് പ്രസംഗിക്കുന്നത്? ഒരു ഒറ്റ വാക്ക്, ഒറ്റ വരി. അതാണ് ഞാൻ ഇപ്പോൾ 2ാമത്തെ സെക്ഷനിൽ പറഞ്ഞു തുടങ്ങി. എന്തോന്നാ? സ്വത്രം, നിന്റെ കഴിവിനെ എൻ്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റുമോ? എനിക്കൊന്നും മനസ്സിലായില്ല. ഈ ലോകത്തിൻ്റെ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു, ലോകത്തിൽ വെളിപ്പെടുത്താൻ പറ്റും. എൻ്റെ മുമ്പിൽ ഈ ലോകത്തിൽ ഏതൊന്ന് ചെന്ന് പറയാൻ പറ്റുന്ന സ്ഥലമാണോ? പറ്റുമോ? ഇല്ല. അവിടെ ചെല്ലുമ്പോൾ കണ്ണ് കണ്ടുപോയല്ലോ എന്ന് വീഴുന്ന സ്ഥലമാണ് യേശുവിൻ്റെ പാദപിടം. സ്വത്രം, ആ ദൈവത്തിൻ്റെ മുമ്പിൽ ആര് വീഴുമോ അവരങ്ങോട്ട്, അവിടെ യേശുവിനെ എതിക്കും. എൻ്റെ കഴിവ് ഉടയുന്ന സ്ഥലത്ത് ആരെടുക്കും? പറ. ഞാൻ ഏതുമല്ല അപ്പാ, എനിക്ക് യോഗ്യതയില്ല, എൻ്റെ കണ്ണ് കണ്ടല്ലോ എന്ന് പറയുന്നിടത്ത് എന്നെ ആരെടുക്കും? പറ. അപ്പച്ചൻ എടുത്തിട്ട് എന്നെ എന്ത് ചെയ്യും? പൊളിച്ചിട്ട് എൻ്റെ അതുവരെ ഉള്ളതെല്ലാം പണിതിട്ട് ആരങ്ങ് നിറയും? യേശു അങ്ങ് നിറയും. എന്തിനു വേണ്ടിയാണ് നിറയുന്നത്? അപ്പൻ ആരാ? വിശുദ്ധൻ. അപ്പൻ്റെ സ്വപ്നം എന്താ എന്നെക്കുറിച്ച്? അപ്പൻ ജീവിച്ചതുപോലെ ഈ ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തു നടന്ന പോലെ നടക്കണം. അങ്ങനെ നടക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം? വിശുദ്ധി വേണം. വിശുദ്ധി ആരിലേ ഉള്ളൂ? ആരാണ് വിശുദ്ധൻ? യേശു. യേശുവിൻ്റെ സ്വഭാവമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ യേശു നിറഞ്ഞാലേ പറ്റൂ. ഇത് ഇന്നലെയുള്ള ആഗ്രഹമല്ല, ലോക സ്ഥാപനത്തിന് മുമ്പെയാണ്. അപ്പച്ചൻ പറയുന്നതോട് വായിച്ച് എഫേസ്യർ 1:4 ടക്കന വായിച്ചു. 1-2 വാക്യം വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. ഞാൻ ഈ ഭൂമി ജീവിക്കുന്ന അത്രയും കാലം ആരായിട്ട് ജീവിക്കണം?
ഒരു വിശുദ്ധ പൈതലായി, കളങ്കമില്ലാത്ത പൈതലായി, ഒരു ഊനമില്ലാത്ത ഒരു പൈതലായി, ഒരു മണവാട്ടിയായി കർത്താവിൻ്റെ സന്നിധി എന്ത് ചെയ്യണം? ആയിരിക്കും. അതിനെന്ത് വേണം? ഒന്നാമത് പ്രാർത്ഥന. എന്ത് വേണം? പ്രാർത്ഥന. തെസ്സലോനിക്കർ 2 തെസ്സലോനിക്കർ വായിക്കുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായം വായിക്കുമ്പോൾ 4-ാം അധ്യായം 3, 4, 7 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 3, 4, 7 വാക്യം വായിച്ചേ. ദൈവത്തിന്റെ ഇഷ്ടമോ? ദൈവത്തിന്റെ ഇഷ്ടമോ? നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എൻ്റെ അപ്പൻ്റെ ഇഷ്ടം എന്തെന്നാ? എന്നെ ഞാൻ ശുദ്ധീകരിക്കപ്പെട്ട് ഒരു വിശുദ്ധ മകളായി കർത്താവിന്റെ കൂടെ നടക്കണം. അടുത്ത വരി. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ്. എന്ത് വിടണം? നമുക്ക് ആ പാപ സ്വഭാവം വേണ്ട, വിടണം. അടുത്ത്. ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല. പന്ന സ്വഭാവങ്ങളല്ല, കാമവികാരം. അവനെ വെട്ടി പൊളിക്കണം. ഹല്ലേലൂയ. മരിക്കണം. യേശുവിന്റെ ആഗ്രഹം. മോളെ സ്തോത്രം. വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. റോമർക്ക് 8-ാം അധ്യായം വായിക്കുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് 29-ാം വാക്യത്തിനകത്ത് കർത്താവ് യേശു ക്രിസ്തുവിനെ പോലെ നടക്കാനാണ് കർത്താവിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, മക്കളെ, നീ ലോക സ്ഥാപനത്തിന് മുമ്പ് എനിക്ക് നിന്നെക്കുറിച്ചുള്ള ആഗ്രഹം, ഞാൻ വിശുദ്ധനാണ്, നീയും വിശുദ്ധിയുള്ള പൈതലായി നിഷ്കളങ്കതയോടെ ഞാൻ നടന്നതുപോലെ നടക്കണം. അതുകൊണ്ട് നീ കാമവികാരങ്ങളിലല്ല. അടുത്ത വഴി. വിശുദ്ധീകരണത്തിലും വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. അടുത്തിരിക്കുന്ന പാത്രത്തെ അല്ല. നമ്മളൊക്കെ എങ്ങനെയാണ് നേടാൻ പോകുന്നത്? അടുത്തിരിക്കുന്ന പാത്രത്തെ നേടാൻ പോകും. അടുത്തിരിക്കുന്ന പാത്രത്തെ 2 പേരിലൂടെ ഞാൻ കേട്ടു. 2 പേരിലൂടെ ശ്രദ്ധിക്കണേ, ഞാൻ നിർത്താം. 2 പേരിലൂടെ കേട്ടു. ഒരാൾ പറഞ്ഞു, ഞാൻ നരകത്തിൽ പോയാലും കുഴപ്പമില്ല, ഞാൻ പ്രസംഗിക്കുന്ന എല്ലാവരും കേൾക്കുന്ന എല്ലാവരും ഇവിടെ പോയി മതി. ഈ വരി 2 പേര് പറയുന്നത് ഞാൻ അറിഞ്ഞു. ഇതിൻ്റെ വില അവർക്ക് അറിയത്തില്ല എന്തോന്നാണെന്ന്. സ്തോത്രം. കർത്താവ് പറയുകയാണ്, മക്കളെ വായിച്ച വരി ഒന്നുകൂടെ. ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. വിശുദ്ധീകരണം. സമയമില്ല. വിശുദ്ധീകരണം എന്ന് ഞാൻ തന്നാ എൻ്റെ അകത്ത് യേശു ഇറങ്ങിയിട്ട് ശുദ്ധിയില്ലാത്ത ഓരോ എന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവം, ഈ ഒരു ആദമിൻ്റെ സ്വഭാവം, എൻ്റെ അപ്പൻ്റെ അമ്മയുടെ സ്വഭാവം, ഈ ലോക മനുഷ്യൻ ചെയ്യുന്ന സ്വഭാവം ഇരിക്കുന്നിടത്ത് ക്രിസ്തു നിറഞ്ഞിട്ട് ആ സ്വഭാവത്തിൽ ഓരോ ഘട്ടങ്ങളായിട്ട് കണ്ടോ എന്നെ വിശുദ്ധീകരിച്ച് ഓരോ ഭാഗങ്ങളായിട്ട് എന്നിൽ യേശുവിനെ നിറച്ച് ആ പൂർണ്ണതയിലേക്ക് കണ്ടോ ഒന്നുകൂടെ വായിച്ച വരി. വിശുദ്ധീകരണത്തിലേക്ക് പൂർണ്ണത എത്തിയില്ല, എന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഓരോ സ്വഭാവങ്ങളായിട്ട് എന്നിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് അവിടെയെല്ലാം ക്രിസ്തു യേശു നിറഞ്ഞിട്ട് കർത്താവിൻ്റെ സ്വഭാവത്താൽ എന്നെ നിറച്ച് വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായില്ല. അടുത്ത് മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ആരെ പാത്രം നേടണം? ഇതിനകത്തിരിക്കുന്ന എത്ര പേർക്ക് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്? സ്വർഗത്തിൽ പോകണമെന്നല്ല മെയിൻ, യേശുവിൻ്റെ അടുത്ത് പോകണമെന്ന്. എനിക്കതാണ് ആഗ്രഹം. സ്വർഗത്തിൽ പോകുന്നതല്ല മെയിൻ, യേശുവിൻ്റെ അടുത്ത് പോകുന്നതാണ്. യേശു എവിടെ ഇരുന്നാലും അവിടെ പോകണം. യേശു എവിടെ ഇരുന്നാലും, യേശു ഇല്ലാത്ത സ്വർഗം എന്തിന്? യേശു എവിടെ ഇരുന്നാലും അവിടെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഒരാൾ നോക്കി അതും ആഗ്രഹമില്ല. ഹല്ലേലൂയ. നമ്മൾ ഒന്നിനും പൊക്കൂല സിസ്റ്ററെ. അപ്പോൾ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അടുത്തിരിക്കുന്ന പാത്രത്തെ കിണ്ടണ്ട. നിൻ്റെയോടെയാണെന്ന് പറയുന്നത് എന്നെ കിണ്ടരുത്, എന്നെ തട്ടിയിട്ട് പറയണേ, ശാലിനി ഈ വചനം ഉണ്ടല്ലോ എന്നെക്കുറിച്ചാ ഞാൻ എൻ്റെ പാത്രത്തെ നേടാനാണ്. ആ പാത്രത്തിൽ ഇപ്പൊ ഇന്ന കാര്യങ്ങൾ നിറച്ചു വച്ചിരിക്കല്ലേ, ആ പാത്രത്തെ നേട്. ആ പാത്രത്തിൽ പ്രാർത്ഥനയുണ്ടോ? ആ പാത്രത്തിൽ വചനമുണ്ടോ? ആ പാത്രത്തിൽ വിശുദ്ധമാണോ? ആ പാത്രം എന്തൊക്കെയാണ് കോരുന്നത്? മറ്റുള്ളവർ കുറവുകൾ കോരുന്ന പാത്രമാണോ? മറ്റുള്ളവരെ കുത്തി പറയുന്ന പാത്രമാണോ? മറ്റുള്ളവരെ ശപിക്കുന്ന പാത്രമാണോ? മറ്റുള്ളവരെ കരയിക്കുന്ന പാത്രമാണോ? അവരെ നിന്ദിക്കുന്ന പാത്രമാണോ? അവരെ ദൂഷിക്കുന്ന പാത്രമാണോ? മറ്റുള്ളവരെ കരയിക്കുന്ന പാത്രമാണോ? അതോ മറ്റുള്ളവരെ തണുപ്പിക്കുന്ന പാത്രമാണോ? ക്രിസ്തു നിറഞ്ഞൊഴുകുന്ന പാത്രമാണോ? ഇല്ലെങ്കിൽ എൻ്റെ പാത്രത്തെ നോക്കിയിട്ട് പറ, പാത്രമേ നിന്റെ ജീവിതം ഒന്നും ശരിയല്ല, പാത്രത്തെ നേടിക്കൊള്ളണം. നേടട്ടെ. അടുത്ത വരി 7-ാം വാക്യം.
ഈ കാര്യത്തിൽ ആരും നിങ്ങളെ 10 മക്കദോനിയയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചു പോന്നുവല്ലോ. സോറി 7 തെറ്റിപ്പോയി. കർത്താവല്ലോ ദൈവം നമ്മെ അശുദ്ധിക്കല്ല. ദൈവം എന്നെ വിളിച്ചത് എന്തിനല്ല? അശുദ്ധിക്കല്ല. പിന്നെ എന്തിനാ വിളിച്ചത്? വിശുദ്ധീകരണത്തിന് അത്രേ വിളിച്ചത്. വിശുദ്ധീകരണത്തിനാണ് വിളിച്ചത്. എന്നർത്ഥം പോകെ വിശുദ്ധീകരണത്തിന്. നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കഴിവൊന്നും തെളിയിക്കാൻ പറ്റില്ല. ഒന്നുമല്ല, നമ്മൾ ഏതുമല്ല. ലോകത്തിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ മുൻപിൽ അവരവരുടെ കഴിവുകളും പഠിപ്പുകളും ജ്ഞാനവും എല്ലാം തെളിയിക്കാം. ജഡ്ജസ് എഴുന്നേറ്റ് നിന്ന് അവരെ വണങ്ങും, അവർക്ക് നല്ല ഗിഫ്റ്റുകൾ കൊടുക്കും. പക്ഷേ നമ്മുടെ കഴിവ് ദൈവത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ നമുക്കൊരു വോയിസും ഇല്ല. കർത്താവിൻ്റെ മുമ്പിൽ തകരുന്ന പാത്രത്തെ കർത്താവ് എഴുന്നേറ്റ് വന്നെടുത്ത് തൂക്കിയെടുത്ത് ആ പണിത് കർത്താവ് നിറഞ്ഞ് കർത്താവിൽ ജീവിക്കുന്നൊരു പാത്രമാക്കി കർത്താവ് നടന്നതുപോലെ നടക്കാൻ ആക്കും. ഇന്ന് ഇത്ര പേർക്ക് ആഗ്രഹമുണ്ട്, യേശോപ്പാ ഞാൻ അശുദ്ധിക്കല്ല വിശുദ്ധിയോടെ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എനിക്കൊരു വിശുദ്ധ പൈതലായി ശിഷ്ടകാലം. അതിൻ്റെ ഒന്നാമത്തെ കാര്യം പ്രാർത്ഥന. ഒന്നാമത്തെ കാര്യം എന്തോന്നാ? ഒന്നാമത്തെ പടി എന്തോന്നാ? പ്രാർത്ഥന. പ്രാർത്ഥന ഇല്ലെങ്കിൽ പോയി. സ്റ്റാർട്ടിങ് പ്രാർത്ഥനയാണ്. അത് ഇന്ന് മുതൽ എനിക്ക് വേണോപ്പാ. അപ്പച്ചനില്ലാത്തൊരു സെക്കൻഡ് വേണ്ട. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. കേട്ട വചനത്തെ ഹൃദയത്തിൽ ധ്യാനിച്ച് യേശുവിനോട് പറയാം, കർത്താവേ ഇതാ ഞാൻ അപ്പൻ്റെ അടുക്കൽ വരുന്നു. അപ്പാ ഇതാ ഞാൻ അപ്പൻ്റെ അടുത്തേക്ക് വരുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. കേട്ട വചനത്തെ ഹൃദയത്തിൽ ധ്യാനിക്കാം. അപ്പച്ച ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. എത്ര പേര് പറയും ഹല്ലേലൂയ? യേശുവിനോട് പറഞ്ഞ യേശുപ്പച്ച ഹല്ലേലൂയ. നമ്മുടെ കഴിവുകളെ, നമ്മളെ മിടുക്കുകളെ, നമ്മളെ കാര്യങ്ങളോ മറ്റുള്ളവരുടെ കുറവുകളോ കുറ്റങ്ങളോ പറയുമ്പോൾ ലംഘനം പെരുകും. എന്നാൽ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ലംഘനം പെരുകയില്ല. പിന്നെയോ കൃപ വർദ്ധിക്കും, കൃപ നിറയും, കൃപ നിറഞ്ഞൊഴുകും. അപ്പോൾ മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ. സഹോദരൻ വചനത്തിൽ വാക്യത്തിലുണ്ട്, മരണവും ജീവനും എവിടെ ഇരിക്കുന്നു? സ്വോത്രം നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അപ്പം നാവില് ദൈവ ശക്തി തന്നു എന്ന് നമ്മൾ വായിച്ചു അല്ലേ? അതേപോലെ തന്നെ ഇപ്പം ഞാൻ എടുത്തതാണ്. സദൃശവാക്യങ്ങൾക്കകത്ത് ഒരു വാക്യമുണ്ട്. സ്വോത്രം വായിച്ചേ 18 21 വാക്യം വായിച്ചേ. 18:21 വായിച്ചേ. സദൃശവാക്യങ്ങൾ 18:21 മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു. വായിച്ചേ. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. മരണവും ജീവനും. കണ്ടോ, മരണം വേണമെങ്കിലും വിളിച്ചു വരുത്താം, ജീവൻ വേണമെങ്കിൽ നാക്കൊണ്ട് വിളിച്ചു വരുത്താം. ഏത് വിളിച്ചു വരുത്തും? ബാ കൊണ്ട് പറഞ്ഞാൽ ഇല്ലേ? യെശയ്യാവിൽ നിന്ന് പോയതാണ് 49. അപ്പോൾ ഇനി ഒരു വാക്യം കൂടെ. സദൃശ്യം 12:14. സദൃശവാക്യങ്ങൾ 12:14. തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും. സ്തോത്രം. തൻ്റെ കൈകൾക്കിടെ പ്രവർത്തിക്ക് തക്കവണ്ണം അവന് കിട്ടും. തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും. വായ്ക്കകത്തൂടെ വരുന്നത് മോശം വാക്കുകളാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന തൃപ്തി മോശമായിരിക്കും. പക്ഷെ നല്ലതാണെങ്കിൽ മൂർച്ചയുള്ള വാളായി, മൂർച്ചയുള്ള വാളാക്കി എൻ്റെ അപ്പൻ മാറ്റിയിരിക്കുന്നു എന്നും അഭിഷേകമുള്ള നാവാണെന്നും കർത്താവ് വസിക്കുന്ന ശരീരമാണ് ഞാനെന്നും എന്നിലൂടെ വരുന്ന വാക്കിന് മൂർച്ചയുണ്ടെന്നും ശത്രുവിൻ്റെ മണ്ഡലങ്ങൾ കത്തി എരിഞ്ഞ് അമരുന്നു, ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ തകരുമെന്നും ദുർഭൂത ശക്തികൾ ഉടയുമെന്നും. തീർന്നില്ല. ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടിട്ടാലും അവിടെ ഇരിക്കുന്ന വിഗ്രഹം വീഴുമെന്നും. ിമന ഘടകർക്കതരാധ രക്ഷമന ഘടകർക്കതര ഉദത്തരകരഗജരന്തരാധര ശിമനകരകരഗജരന്തരാധര റൂഢസ്തമന ഹസ്കോറിയ ലഗന്ധരാധര. അപ്പം നിങ്ങൾ വാഗുണ്ട് നിങ്ങളുടെ മക്കളെ നോക്കി പറയണം, ഇല്ലടാ നീ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ദൈവ യേശുവചനം നിന്നെ നിറയും, നിന്റെ ജീവിതം മാറും. കുഞ്ഞുങ്ങളെ നോക്കി പറ, വീട്ടിനെ നോക്കി പറ. ആ ശാപം പിടിച്ച അവസ്ഥകളെ പറയല്ലേ, ആ നെഗറ്റീവ് വാക്കുകൾ പറയല്ലേ, സ്വത്രം മോശം വാക്കുകൾ കുഞ്ഞിനെ നോക്കി പറയല്ലേ, ശപിക്കുന്ന വാക്കുകൾ പറയല്ലേ, നീ ശരിയാവൂലെന്ന് പറയല്ലേ, നീ തൊലഞ്ഞുകൊണ്ട് പോകുന്നു പറയരുത്. മക്കളെ നോക്കി പറയരുത്. പറഞ്ഞാൽ അത് ആ കുഞ്ഞുങ്ങൾക്ക് ഭരിക്കും. നിങ്ങൾ ഇടുന്ന വിത്ത്, നിങ്ങൾ വിതയ്ക്കുന്ന വിത്ത് എന്താണെന്ന് നോക്കണം. നാവിൻ്റെ അധികാരത്തിൽ മരണവും ജീവനുമുണ്ട്. ആമേൻ. നല്ലത് പറഞ്ഞാൽ കൊയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. നല്ലത് പറഞ്ഞാൽ കൊയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. ഇനി യെശയ്യാവ് ടക്കനെ വായിച്ച്, യെശയ്യാവിന്റെ പുസ്തകം 1-2 വാക്യം വായിച്ച് പ്രാർത്ഥിക്കുന്നു. വായിച്ചേ. 49 വാക്യം. അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെ ആക്കി. അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെ ആക്കുന്നു. വായെ മൂർച്ചയുള്ള വാൾ പോലെ. എങ്ങനെ? വായെ മൂർച്ചയുള്ള വാൾ പോലെ ആക്കി. തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. എവിടെ ഒളിപ്പിച്ചു? കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, നിന്റെ വായെ മൂർച്ചയില്ല വാൾ പോലെ ആക്കുകയാണ്. എന്തിനു വേണ്ടി? ചിലയിടത്തെല്ലാം ഈ വാൾ ഊരി എടുക്കണം കേട്ടോ. ചിലയിടത്തെല്ലാം എയ്യാൻ ആവശ്യമുണ്ട് കേട്ടോ. ചില ശത്രുവിൻ്റെ പദ്ധതികളെ വഴിമാറണമെന്ന് പറയാൻ ആവശ്യമുണ്ട്. വെള്ളിയും പൊന്നും എനിക്കില്ലടാ, എനിക്കുള്ള ഞാൻ നിനക്ക് തരുന്നു എന്ന് ഈ വാൾ ഉപയോഗിക്കാൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിനകത്ത് 3-ാം അധ്യായത്തിനകത്ത് വാൾ ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നോക്കിയേ, അപ്പോസ്തല പ്രവൃത്തികളുടെ
പുസ്തകത്തിനകത്ത് 9-ാം അധ്യായത്തിനകത്ത് ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാരെ മിണ്ടാതാക്കാൻ ഒരു മൂർച്ചയുള്ള വാൾ വേണമായിരുന്നു. ആ നാവിലൊരു മൂർച്ച ദൈവം ഇട്ടുകൊടുത്തു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോ നാവിനെയും കർത്താവ് മൂർച്ചയുള്ളതാക്കി മാറ്റുകയാണ്. അധരങ്ങളെ മൂർച്ചയുള്ളതാക്കുകയാണ്, ആ വായുകളെ മൂർച്ചയുള്ളതാക്കുകയാണ്. എന്തിനു വേണ്ടി അറിയാമോ? കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന മകനെ മകളെ, നീ വന്നത് വെറുതെ അല്ല. നിന്റെ വായി കൊണ്ട് പറ, ഇല്ല, ദുഷ്ട ഇരുട്ട് വഴിമാറ്, കുഞ്ഞുങ്ങളെ വിട്ട് വഴിമാറ്, കുടുംബത്തെ വിട്ട് വഴിമാറ്, സമാധാനത്തെ കെടുത്തുന്ന ഇരുട്ട് വഴിമാറ് എന്ന് പറയാൻ എൻ്റെ ദൈവം നാവിനെയും ആധരത്തെയും വായി ദൈവം കർത്താവ് എന്ത് ചെയ്യുന്നു? ശക്തിപ്പെടുത്തുകയാണ്. മൂർച്ച കൂട്ടുന്നു. പറഞ്ഞ മൂർച്ച കൂട്ടുന്നു. ചിലതിന് വെട്ടാനുള്ള മൂർച്ച, ചിലതിന് തകർക്കാനുള്ള മൂർച്ച, ചിലതിന് ഉടയ്ക്കാനുള്ള മൂർച്ച. ദൈവത്തിന് സ്തോത്രം. കൈയുടെ നിഴലിൽ അവനെ ഒളിപ്പിച്ചു, മൂർച്ചയുള്ള വാൾ പോലെയാക്കി. എന്നെ എങ്ങനെയാക്കി? അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വായ എന്തോന്നാക്കി? മൂർച്ചയുള്ള വാൾ പോലെ. വാക്ക് വീഴുന്നത് വേട്ടയാക്കും. ധൈര്യത്തോടെ പറയണം, ധൈര്യത്തോടെ പറ. തളരല്ലേ? പ്രാർത്ഥന കുറയരുത്. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലേ? ഞാൻ പറയുന്നതാണ്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലയോ? ഇന്നലെ രാത്രി ഞാൻ ഒരാളിന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു കൊടുത്തതാണ്. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലയോ? യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റാതെ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ ഉറക്കവും ക്ഷീണം വിടുന്ന ഇരുട്ട് യേശുവിൻ്റെ നാമത്തിൽ വഴിമാറണമെന്ന് നീ വായി തുറന്ന് പറയുമ്പോൾ ആ വാൾ ഇറങ്ങി ചെന്ന് വേട്ടം. ആമേൻ, ആമേൻ. പ്രാർത്ഥന ഇല്ലെങ്കിൽ പൂട്ടിക്കളയും. പ്രാർത്ഥന ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പൂട്ടിക്കളയും. പ്രാർത്ഥന ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പൂട്ടിക്കളയും. പ്രാർത്ഥന ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? പൂട്ടുകൾ തുറക്കും. പ്രാർത്ഥന എന്ത് ചെയ്യും? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? പൂട്ടുകൾ തുറക്കും. പൂട്ടിയിട്ടതെല്ലാം തുറക്കും. പിന്നെ സ്വത്ര ശത്രുവിൻ്റെ പദ്ധതികൾ തകരും. അവൻ ഇറങ്ങി ഓടും. അവൻ ആ ദേശത്ത് പോലെ നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ ആ പ്രാർത്ഥനയുള്ള വ്യക്തി മാറും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ദേശത്തുള്ള ദേശാധിപതി എന്ത് ചെയ്യും? വഴിമാറി സഞ്ചരിക്കും. ആ റോഡ് മാറും, വഴി മാറും. ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വീടിൻ്റെ അപ്പുറത്ത് ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ദൈവം ഇറങ്ങി എന്ത് ചെയ്യും? അവിടെ വരില്ല. അവരെത്ര പൂജ ചെയ്താലും അവിടെ വന്നിരിക്കില്ല. എന്താ കാര്യം? എൻ്റെ പൊന്നെ, ഇപ്പുറത്തൊരു തീ ഇരിക്കുമ്പോൾ പിന്നെ ഒരു വാളിരിക്കുമ്പോൾ അതെങ്ങനെയുള്ള വാള്? മൂർച്ചയുള്ള. അതെങ്ങനെയുള്ളത്? മൂർച്ചയുള്ള. മൂർച്ചയുള്ള. ഇന്ന് മുതൽ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസം പറഞ്ഞ. അതുകൊണ്ട് അതുപോലെ നമ്മൾ ഇന്ന് വാർത്ത കേൾക്കുന്ന പല കാര്യം എല്ലാത്തിനും കഴുത്തിനെ വെട്ടിക്കൊണ്ട് വയ്ക്കുന്ന സ്വഭാവമാണ്. നമ്മളെ ജീവിതത്തിനകത്ത് ഇതൊന്നും വരാണ്ടിരിക്കാൻ വീട്ടിനകത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുള്ളവരായി മാറണം. കുടുംബങ്ങളിൽ സമാധാനം വരണോ? പ്രാർത്ഥന വേണം. കുടുംബത്തിനകത്ത് മാറ്റം വരണോ? പ്രാർത്ഥന വേണം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കെട്ട് പൊട്ടും, ബന്ധന അഴിയും. യോന അടിത്തട്ടിൽ കിടന്നുറങ്ങി. അവസാനം കടൽ കാറ്റും തിരമാലയും പ്രശ്നവും വർദ്ധിച്ചതല്ലാതെ കുറഞ്ഞില്ല. അവസാനം ഇവരെല്ലാവരും കൂടെ നിലവിളിച്ച് വന്ന് നോക്കുമ്പോൾ കണ്ടത് ഒരുത്തൻ കിടന്നുറങ്ങുകയാണ്. അവൻ സത്യദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു കിടന്നുറങ്ങിയത്. അവനെ തട്ടി ഉണർത്തി ചീട്ടിട്ടപ്പോൾ അവൻ്റെ പേര് തന്നെ വീണു. നീ എന്തോന്നാണ് ചെയ്ത് ഇവിടെ വന്ന് പറ്റിച്ച് കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു കൊടുത്തു, ഞാൻ സത്യദൈവത്തെ ഭജിക്കുന്നവനാണ്, സർവശക്തനാകുന്ന ദൈവത്തെ ഭജിക്കുന്നവനാണ്. അതുകൊണ്ട് സ്തോത്രം, ഞാനിതൊരു ദൈവത്തെ പറ്റിച്ച് വന്ന് കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം, ഇങ്ങനെയാണ് പ്രശ്നം. ഈ പ്രശ്നം മാറണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വെള്ളത്തിനകത്ത് മുങ്ങിപ്പോയി എന്നെ എടുത്ത വെള്ളത്തിനകത്ത് ഇട്ടാൽ നിങ്ങൾക്കെങ്കിലും സ്വസ്ഥത. ഒരാൾ കാരണമായിരിക്കും ഒരു കുടുംബം മൊത്തം ദൈവവചനമൊക്കെ നമ്മളെ വീട്ടിൽ വന്ന് പറഞ്ഞു തരും, അല്ലെങ്കിൽ ഫോണിലൂടെ വിളിച്ച് പറഞ്ഞു തരും, കാര്യം പറഞ്ഞു തരും, ഇങ്ങനെയാണ് ഉപദേശം തരും. ഒരു വരിയിലൂടെയെങ്കിലും തരും, അല്ലെങ്കിൽ പള്ളിയിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് ഉപദേശം കിട്ടും. എവിടെ കൂടെയെങ്കിലും ഒന്ന് കിട്ടും. അത് കർത്താവാണ് നമ്മളോട് പറയുന്നതെന്ന് ചിന്തിച്ച് നമ്മൾ ദൈവവചന പ്രകാരം, സിസ്റ്ററിന് ആരും കീഴടങ്ങേണ്ട സിസ്റ്റർ ഒന്നുമല്ല, പക്ഷെ കർത്താവിൻ്റെ ആത്മാവ് ഈ സിസ്റ്ററിൻ്റെ അകത്തുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. ഈ ആത്മാവിൽ പറയുമ്പോൾ, ഈ ആത്മാവിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ, പത്രോസ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10 വായിച്ചിട്ട് ടക്കനെ പോകാം. പത്രോസ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ 10-ാം അധ്യായത്തിന് വായിക്കുമ്പോൾ അതിനകത്ത് കൊർന്നല്യോസിൻ്റെ വീട്ടിനകത്ത് പത്രോസ് അപ്പോസ്തലൻ വരികയാണ്. പത്രോസ് അപ്പോസ്തലൻ വരുമ്പോൾ അവർ പറഞ്ഞൊരു വരിയുണ്ട്. ജനങ്ങൾ മുഴുവൻ ഒരേ സ്വരത്തിൽ സ്തോത്രം കർത്താവിൻ്റെ വചനം കേൾക്കാൻ കാത്തിരിക്കുമ്പോൾ അവിടെ ഇതാ പത്രോസ് വരികയാണ്. പത്രോസ് വരുമ്പോൾ 33-ാം വാക്യം 10:33 വായിച്ചേ. ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു. നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുൻപാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങോട്ട് താഴോട്ട് നിങ്ങൾ വായിച്ചു നോക്കണേ. വീട്ടിൽ പോയിട്ട് കൽപ്പിച്ച എല്ലാം സ്നാനത്തെക്കുറിച്ചും അഭിഷേകത്തെക്കുറിച്ചുമാണ്. ഞാൻ പറയും, തൊട്ടപ്പുറത്ത് അവർ സ്നാനപ്പെടുകയും ചെയ്തു, അഭിഷേകം പ്രാപിക്കുകയും ചെയ്തു. കാരണം എന്താ? മുട്ടുമടക്കി ദൈവശബ്ദമായിട്ട് കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അതെനിക്കിനി വേണ്ട, ഞാൻ കാരണമാണ് പ്രശ്നമെങ്കിൽ, ദൈവമേ ഞാൻ കാരണമാണ് എൻ്റെ വീട്ടിനകത്ത് ഇത്രയും പ്രശ്നം.
അപ്പം ഞാൻ മുട്ടുമടക്ക ഒരുക്കമാണ്, ദൈവവചനപ്രകാരം വീഴ ഒരുക്കമാണ്. എൻ്റെ കുടുംബമായിട്ട് ഞങ്ങൾ ഇനി ദൈവത്തെ ആരാധിച്ച് ദൈവഭയത്തോടെ ഇരിക്കാൻ ഒരുക്കമാണ്. അപ്പം ഇതിനകത്തൊരു മാറ്റം തരണം എന്ന് പറഞ്ഞ് കുടുംബത്തിനകത്തുള്ള അംഗങ്ങളെല്ലാം മുട്ടുമടക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, ഞാൻ പറയും ഒരുപാട് മാറ്റങ്ങൾ. പിശാച് ഏതെല്ലാം മണ്ഡലങ്ങൾ ഒതുക്കി വച്ചിരിക്കുന്നോ അതെല്ലാം പൊളിഞ്ഞ് മാറുമ്പോൾ കുടുംബത്തിനകത്ത് എന്ത് വരും? സമാധാനം വരും, സന്തോഷം വരും, സ്വസ്ഥത വരും, ആശ്വാസം വരും, ധൈര്യം വരും, ബലം വരും, അതിനകത്ത് വെളിച്ചം വരും, അതിനകത്ത് പൂജ മന്ത്രം അതൊന്നും ഫലിക്കില്ല. അല്ലെങ്കിലോ എന്ത് ചെയ്യും? പ്രാർത്ഥനക്കാരെ പ്രാർത്ഥിക്കുമ്പോൾ സംഭവമൊക്കെ പൊട്ടും, പൂജയും മന്ത്രവും എല്ലാം പൊട്ടും. അവർ പോകുമ്പോൾ മറ്റവരടിവേല അടുത്തും ചെയ്യും. വീട്ടിനകത്ത് പ്രാർത്ഥനയില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? വീട്ടിനകത്ത് എന്തില്ല? പ്രാർത്ഥനയില്ല. വീണ്ടും നോക്കുമ്പോൾ നിറച്ച് നേർച്ചയും കാഴ്ചയും വഴിപാട്. പക്ഷെ ആ വീട്ടിനകത്ത് ആരൊക്കെ എന്തൊരു കുന്തം ചെയ്താലും പ്രാർത്ഥിക്കുന്ന വീടാണെങ്കിലോ, പ്രാർത്ഥിക്കുന്ന വീടാണെങ്കിലോ അവിടെ കൂടെ ഒന്നും ആ ഏരിയ കൂടെ വരില്ല. കാരണം എന്താ? അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നാണം കെട്ടുകൊണ്ടിരിക്കുവൻ. അവൻ പറയില്ല ആ ഏരിയ കൂടെ പോകാൻ. കാരണം എന്താ? അവിടെ ഒഴിഞ്ഞു കിടക്കുകയല്ല, അവിടെ കർത്താവിൻ്റെ കൃപയിൽ നിറഞ്ഞ ആരാധന വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥന വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ദൈവശക്തിയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദൈവകൃപ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പൂജകളും മന്ത്രങ്ങളും ക്ഷേത്രത്തിൻ്റെ ഇരുട്ടിൻ്റെ ശക്തികൾ, നേർച്ച കാഴ്ച വഴിപാട്ട് ശക്തികൾ, കൂടാത്രങ്ങൾ എല്ലാം കത്തി ആരും വന്ന് പൊളിക്കേണ്ട, അത് കത്തി എരിഞ്ഞ് അമർന്നിട്ട് ആ കുടുംബങ്ങളെല്ലാം ഫ്രീ ആകും, തലമുറകൾ ഫ്രീ ആകും, പ്രശ്നങ്ങൾ മാറും, പിശാചിട്ട രോഗങ്ങളെല്ലാം ഉടയും, ദുഷ്ടനിട്ടതെല്ലാം ഉടയും. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇത് അഴിയണമെങ്കിൽ നമ്മൾ പള്ളിയിൽ നിന്ന് സിസ്റ്റർ പ്രാർത്ഥിക്കും. അനേക വീടുകളിൽ നിന്ന് ഭവന ആരാധന വയ്ക്കാറില്ല, ചില വീടുകളിൽ വെക്കാറുണ്ട്. ആരാധന വെക്കാത്തത് നിങ്ങളുടെ ഇഷ്ടം. ദൈവത്തിന് സ്തോത്രം. അവിടെ ആരാധന നടക്കുമ്പോൾ കുറച്ച് ദിവസം എന്ത് ചെയ്യും? വിടുതലുണ്ടാകും. വീട്ടിനകത്ത് പ്രാർത്ഥന ഇല്ലെങ്കിലോ വീണ്ടും പ്രശ്നമാണ്. ദൈവത്തിന് സ്തോത്രം. വെച്ച ഉടനെ എല്ലാം തീരുമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ അവൻ എന്നോട് പറ്റിയിരിക്കുകയാണ്. സങ്കീർത്തനം 91 അവൻ എന്നോട് പറ്റിയിരിക്കുകയാണ്. അവൻ എന്നോട് അവൻ എന്നോട് പറ്റിയിരിക്കുകയാണ്. ആരൊക്കെ പറ്റിയിരിക്കുക ആഗ്രഹമുണ്ട്? അനേകർക്കറിയാം എൻ്റെ വീട്ടിനകത്ത് ഇന്ന ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ ഭർത്താവിന് ഇന്ന ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ മക്കൾക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ മക്കൾ പറഞ്ഞ് അനുസരിക്കുന്നില്ല. അവരെ പ്രായത്തിന്റെ സ്വഭാവമല്ല അവർ കാണിക്കുന്നത്, പ്രായത്തിന്റെ അപ്പുറത്തെ സ്വഭാവമാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഈ കുഴപ്പം മാറൂലേ? മാറും. ഈ കുഴപ്പം മാറൂലേ? മാറും. ആര് തൊട്ടാ മാറും? യേശു തൊട്ടാ മാറും. യേശു തുറന്നെങ്കിൽ എന്ത് ചെയ്യണം? മാതാപിതാക്കൾ മുട്ടുമടക്കണം. വചനം കേൾക്കുമ്പോൾ സ്തോത്രം, അയ്യോ തള്ളി പറയുന്നു, തട്ടി പറയുന്നു, കുത്തി പറയുന്നു എന്ന് ചിന്തിച്ചാൽ, കുത്തി പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ കേട്ട് തിരിച്ചു പോകാം. ആ പഴയതെല്ലാം അതുപോലെ തന്നെ ഇരിക്കും. അതേസമയം ഇല്ലപ്പാ, ഞാൻ കാരണമാണ്. ഒരു ചത്ത ഈച്ച കാരണം തൈലക്കാരൻ്റെ മുഴുവൻ തൈലം നാറിയെങ്കിൽ ഞാൻ കാരണമാണെങ്കിൽ, അപ്പച്ച ഇതാ മുട്ടുമടക്കം ഒരുക്കം, പ്രാർത്ഥിക്കാൻ ഒരുക്കം, മടങ്ങി വരാൻ ഒരുക്കം. ഒരിക്കൽ സ്വത്രം മൊത്തക്കായി പിന്നെ എസ്തറിൻ്റെ പുസ്തകത്തിനകത്ത് അത് 2 കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പോകും എൻ്റെ വിഷയത്തിലേക്ക്. ശ്രദ്ധിച്ച് കേട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മൊത്തക്കായും എസ്തറും പ്രാർത്ഥിക്കുന്ന വിഷയം നമുക്കറിയാം. 3 ദിവസം അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ വിടുതല നടന്നേ, ഒരു കുടുംബത്തിൻ്റെ മാത്രം വിടുതലല്ല. ഒരു കുടുംബത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് ജയമുണ്ട്, പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ട്, പ്രാർത്ഥനയിൽ അത്ഭുതമുണ്ട്, പ്രാർത്ഥനയിൽ അത്ഭുതമുണ്ട്. മുട്ടുമടക്കി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയോ? പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയോ? ഇന്നിവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന അത് മടങ്ങി വരികയാണ്. നിനക്ക് വിശ്വാസമുണ്ടോ മടങ്ങി വരുന്നത്? വിശ്വാസമുണ്ടോ? ഉറപ്പുണ്ടോ? എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, അത് മടക്കി തരുവാൻ. നിന്റെ കുടുംബത്തെ മാത്രമല്ല, നിന്റെ ദേശത്തെ മാത്രമല്ല, നിന്റെ പട്ടണത്തെ കർത്താവ് സ്വാതന്ത്ര്യം കൊടുക്കുക. ഈ ദൈവം വിശ്വസ്തനാണ്. മുട്ടുമടക്കുന്ന ഒരു തലമുറ, പ്രാർത്ഥനയുള്ള ഭവനങ്ങൾ, നമ്മുടെ ഭവനങ്ങളെല്ലാം ഒരു പ്രാർത്ഥന ആലയമായി നടക്കുമ്പോ പ്രാർത്ഥന, വീട്ടിനകത്ത് ഇരിക്കുമ്പോ പ്രാർത്ഥന, മുറിക്കകത്ത് പ്രാർത്ഥന, ഒറ്റയ്ക്ക് പ്രാർത്ഥന, കൂട്ടമായി പ്രാർത്ഥന, സഭയായിട്ടുള്ള പ്രാർത്ഥന, സഭ ആരാധനകളുടെ പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥനകളുടെ പ്രാർത്ഥന, ഇതെല്ലാം വിടുതൽ വരും, അത്ഭുതം വരും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. കെട്ടുകൾ പൊട്ടും, ബന്ധനങ്ങൾ അഴിയും.
ഹല്ലേലൂയ. ഇവരങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 ദിവസം ഉപവസിക്കാൻ തുടങ്ങി. കൊട്ടാരത്തിനകത്തിരുന്ന എസ്തറും ഭക്ഷിച്ചില്ല. താനും തൻ്റെ കൂട്ടുകാർ ഉപവസിക്കാൻ തുടങ്ങി. പുറത്ത് മൊർദെഖായി എങ്കിൽ അകത്ത് എസ്തർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഉപവാസം കഴിയും മുമ്പ് ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടു. ഉപവാസം തീരും മുമ്പേ ഇന്ന് എത്ര ആഗ്രഹമുണ്ട് ഉപവാസം തീരും. ജീസസ് 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 ജീസസ്. ഉപവാസം തീരും മുമ്പേ, ഉപവാസം തീരും മുമ്പേ, ഉപവാസം തീരും മുമ്പേ അത്ഭുതം കണ്ടു. ഉപവാസം കഴിയും മുമ്പേ അത്ഭുതം കണ്ടു. ഹല്ലേലൂയ. എൻ്റെ ഒരു ഭാഗം അതെനിക്ക് വായിച്ചു തരണം. ദാനിയേലിന്റെ പുസ്തകം എല്ലാവരും ശ്രദ്ധിക്കാൻ വേണം. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 14, 15 സ്തോത്രം വായിച്ചു. 16 അങ്ങോട്ട് 23 വരെ വാക്യം വായിച്ചേ. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം അകത്ത് ചെന്ന് നോക്കിയേ. ചില വിഷയങ്ങൾ നമ്മളെ കുടുംബത്തിൽ നമുക്ക് തന്നെ അറിയാം. ഇന്ന വിഷയം സാധാരണ ഇന്ന കാര്യങ്ങളിൽ നന്മ വരേണ്ടതാണ്, ഇന്ന കാര്യങ്ങൾ നടക്കേണ്ടതാണ്, പക്ഷെ നടക്കുന്നില്ല. എന്നെ ശ്രദ്ധിച്ചേ. ഞാൻ വിഷയങ്ങളൊന്നും എടുത്തിവിടെ ഇടുന്നില്ല. കാരണം ചിലപ്പോൾ ആർക്കെങ്കിലും വേദന എടുത്താലോ. ചില വിഷയങ്ങൾ നമ്മുടെ വീട്ടിനകത്ത് അത് കാര്യങ്ങൾ നടക്കേണ്ട കാര്യങ്ങൾ സമയങ്ങളായി, പക്ഷെ നടക്കില്ല. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വേറെ ആരും അത്രയും ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ പോലും എല്ലാ വിഷയവും എനിക്ക് വെളിപ്പെടില്ല. നിങ്ങൾ പറഞ്ഞതും കർത്താവ് വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങളെ വെളിപ്പെടുള്ളൂ പ്രാർത്ഥന മുറിക്കകത്ത്. പക്ഷേ എന്നോട് പറയാത്തത്, ദൈവം എന്നോട് പറയാത്തത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണും. അത് നിങ്ങൾ ദൈവത്തോട് എന്ത് ചെയ്യണം? പറയണം. സ്വത്രം. അപ്പോൾ ചില വിഷയങ്ങൾ നടക്കണം, പക്ഷേ നടക്കുന്നില്ല. കാരണം എന്താണ്? പറ. ദൈവം പറയും, നീ മുട്ടു മടക്കി എൻ്റെ മുമ്പിൽ ഇരി. നീ ഇപ്പം ഞാനെന്തോ ആണെന്നല്ലേ ഇരിക്കുന്നത്. എൻ്റെ മുമ്പിൽ കീഴടങ്ങുന്നിടത്തോളം കാലം ഇങ്ങനെ പോവും. കീഴടങ്ങുമ്പോൾ ഞാൻ ചെയ്യേണ്ടതെല്ലാം അതത് സമയത്ത്. നമുക്കിപ്പോൾ ഫാസ്റ്റാണ്, തിരക്കാണ്, വെപ്രാളമാണ്, പെടയലാണ്, ഓട്ടമാണ്, കുഴപ്പമാണ്, പ്രശ്നമെല്ലാം കഴിഞ്ഞ് അസ്തിന് സ്വത്രം അതങ്ങ് നീങ്ങിപ്പോകും. കണ്ണിൽ വരേണ്ടത് ഇവിടെ പുരിയകത്ത് കൂടെ പോകും. ചിലത് പറയും, ചെന്ന് പറയാൻ പറയും, ചെന്ന് പറയുന്നു പറയും, തള്ളിവിടും. ഇറങ്ങിയില്ലെങ്കിൽ തള്ളിവിടും. ഞാൻ പോവും, ഒരു പ്രാന്തിയെ പോലെ പോവുള്ളൂ. അങ്ങനെ തള്ളിവിട്ട് പോകുന്നില്ല, അങ്ങനെ പോകും. പിന്നെ എങ്ങനെയാണ് സംസാരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. സ്വത്രം. ആത്മാവ് ഇടപെടുമ്പം ഏകു പോയപ്പോൾ പ്രാന്തനെ പോലെ. ഏകു എങ്ങനെ പോയേ? ഏകുവിന് അഭിഷേകം ചെയ്ത് അങ്ങോട്ട് വിട്ടു. അഭിഷേകം ചെയ്ത് ഇറങ്ങിയത് ഏകു ഒരു ആൾക്കാർ നോക്കിയപ്പോൾ ഏകു സത്യത്തിൽ പ്രാന്തനല്ല, അവൻ റിയലി കറക്റ്റാണ് പോവുകയാണ്. പക്ഷെ ആൾക്കാർ കണ്ടപ്പോൾ ഏകു ആര്? പ്രാന്തൻ. കാരണം എന്താ? അയാളെ ഏൽപ്പിച്ച ഡ്യൂട്ടി അതാണ്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് ഒരു വട്ട് പിടിച്ചവരെ പോലെയാണല്ലോ ഞാൻ പോകുന്നത്. പിന്നെയാണ് എനിക്ക് വെളിപ്പെട്ടത്, അപ്പച്ചൻ ശക്തിയോടെ ഇറങ്ങെന്ന് പറഞ്ഞ് തള്ളി വിടുമ്പോൾ അവിടെ ഒരു ശക്തിയും കൂടെ പകർന്നിട്ടാണ് വിടുന്നത്. പക്ഷേ അംഗീകരിച്ചിട്ടില്ല. ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞിട്ട് അംഗീകരിച്ചിട്ടില്ല. സ്വത്രം. ദൈവത്തിന് മഹത്വം. നമ്മൾ ദൈവവചനം അംഗീകരിച്ച് നമ്മുടെ വീട്ടിനകത്ത് ഇന്ന കാര്യങ്ങൾ, പ്രശ്നങ്ങൾ വഴി മാറുന്നില്ല. പ്രതികൂലങ്ങളുണ്ട്, പിശാചിൻ്റെ ഇതുണ്ട്, മന്ത്രങ്ങളുണ്ട്, തന്ത്രങ്ങളുണ്ട്. അനേകർക്ക് ഇനിയും തിരിക്കുന്നവർക്ക് അറിഞ്ഞൂടെ? അറിയാമോ? ഇല്ലേ? അറിയാം. എന്താ മാറാത്തെ? നിങ്ങൾ ആലയത്തിൽ നിന്ന് കുടുംബമായിട്ട് മുട്ടുമടക്കണം. നിങ്ങൾ മുട്ടുമടക്കുമ്പോൾ ദൈവം ഇറങ്ങി നിങ്ങളെ തൊടും. ദൈവം തൊടുമ്പോൾ അത്ഭുതം ദൈവം തൊടുമ്പോൾ അത്ഭുതം നടക്കും. അവിടെയാണ് നല്ല സാക്ഷ്യം പുറത്തു വരുന്നത്. സ്വത്രം. അല്ലാതെ പള്ളിയുടെ കുഴപ്പം കൊണ്ടോ വചനത്തിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. ഹല്ലേലൂയ. നമ്മുടെ കുഴപ്പങ്ങളാണ് പലപ്പോഴും തടസ്സം. നോക്കിയേ, ദാനിയേലിന്റെ പുസ്തകം 2-ന്റെ 14, 15, 18 ടക്കനെ വായിച്ചേ. എന്നാൽ രാജാവിന്റെ അകമ്പടി നായകനായി ബാബേലിലെ വിദ്വാൻമാരെ കൊന്നുകളവാൻ പുറപ്പെട്ട അര്യോക്കിനോട് ദാനിയേൽ ബുദ്ധിയോടും വിവേകത്തോടും കൂടെ ഉത്തരം പറഞ്ഞു. ദാനിയേൽ ബുദ്ധിയോടും വിവേകത്തോടും കൂടെ ഉത്തരം പറഞ്ഞു. അടുത്തവർ. രാജസന്നിധിയിൽ നിന്ന് ഇത്ര കഠിന കൽപ്പന പുറപ്പെടുവാൻ സംഗതി എന്ന് ഭയങ്കര ഒരു കഠിന കൽപ്പന പുറപ്പെട്ടു. അതിന്റെ സംഗതി എന്തെന്ന് അവൻ രാജാവിന്റെ സേനാപതിയായ അര്യോക്കിനോട് ചോദിച്ചു. അടുത്തവർ. അര്യോക്ക് ദാനിയേലിനോട് കാര്യം അറിയിച്ചു. ദാനിയേലിനോട് കാര്യം അറിയിച്ചു. ദാനിയേൽ അകത്തു ചെന്ന് രാജാവിനോട് തനിക്ക് സമയം തരയണമെന്നും താൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്നും ബോധിപ്പിച്ചു. ഒരു ഭയങ്കര പ്രശ്നം രാജ്യത്ത് വരാൻ പോകുക. എല്ലാത്തിനും കൊന്നൊടുക്കാൻ പോകുകയാ. പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ ആ രാജ്യത്തിന് തൊട്ടായിരുന്നു. അവൻ നേരെ രാജാവിൻ്റെ അടുത്ത് പോയി അകത്ത് ചെന്ന് സമയം കൊടുക്കാൻ പറഞ്ഞു. അടുത്തവർ താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. ശ്രദ്ധിച്ചേ, വായിച്ചേ. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോട് കൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മീശായേലിനോടും അസരിയാവോടും കാര്യം അറിയിച്ചു. കണ്ടോ? കൂട്ടുകാരോട്. എങ്ങനെയുള്ള കൂട്ടുകാരായിരുന്നു അവര്? പ്രാർത്ഥിക്കുന്ന കൂട്ടുകാർ. ആരെ? ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവരോട് കൂട്ടത്തെ ഇരുന്ന് പ്രാർത്ഥിക്കാവൂ.
1 അധ്യായം 4 വാക്യത്തിൽ നിന്നാണ് നമ്മൾ ഇവിടെ വന്നത്. കർത്താവായ യേശുക്രിസ്തു ലോകസ്ഥാപനത്തിനു മുമ്പേ എന്നെയും നിങ്ങളെ വിളിച്ച്, ദൈവം യേശുക്രിസ്തുവിൽ എന്നെയും നിങ്ങളെയും ലോകസ്ഥാപനത്തിനു മുമ്പേ തിരഞ്ഞെടുത്തു. ആ യേശുക്രിസ്തു ആര്? ആർക്കും പുസ്തകം പറ്റാതിരിക്കുമ്പോൾ ഇതാ ഒരുവൻ ജയാളിയായി വന്നു. അവനിലാണ് എന്നെ തിരഞ്ഞെടുത്തത്. ജയിച്ച യേശുവിലാണ് നിങ്ങളെ എന്നെ തിരഞ്ഞെടുത്തത്. സാത്താൻ അതുകൊണ്ട് എന്നെ നിങ്ങളും തൊടാൻ പറ്റത്തില്ല, ഒരു ഇരുട്ടിനും തൊടാൻ പറ്റത്തില്ല. സകല ദൂതന്മാരും ഒരുപോലെ വാഴ്ത്തുന്ന ആ നാമമാകുന്ന യേശുവിൻ്റെ സ്തോത്ര. ആ യേശു കർത്താവാണ്. അവിടെ കണ്ടപ്പോൾ ആ കർത്താവിനെ സകല ജനങ്ങളും ദൂതന്മാരും വാഴ്ത്തിയില്ലേ? സകല ദൂതന്മാരും വാഴ്ത്തി. അവിടെ 24 മൂപ്പന്മാർ സ്തുതിച്ചു. അവിടെ ഇത് പുസ്തകം വാങ്ങി കണ്ടോ? ഈ കർത്താവാണ് യോഗ്യതയുള്ളവൻ. ഈ യോഗ്യതയുള്ള ജയിച്ച യേശുവിലാണ് എന്നെയും നിങ്ങളെ ലോകസ്ഥാപനത്തിന് മുമ്പേ ആര് തിരഞ്ഞെടുത്തത്? പിതാവാകുന്ന ദൈവം തിരഞ്ഞെടുത്തത്. ആമേൻ. തോറ്റ ഒരു ദൈവമല്ല. പറഞ്ഞേ, തോറ്റ ഒരു ദൈവത്തെ അല്ല ഞാൻ ആരാധിക്കുന്നത്. ഇരുട്ടെ, നീയാണ് തോറ്റത്. ശത്രുവെ, നീയാണ് തോറ്റത്. എൻ്റെ കുടുംബത്തെ നാളുകളായി തകർത്തൊതുക്കുമെന്ന് വാദിക്കുന്ന ഇരുട്ടിൻ്റെ വ്യാപാരമേ, നീയാണടാ തോറ്റവൻ. നീയാണടാ തോറ്റവൻ. എൻ്റെ യേശു നിന്റെ തലയെ തുറന്ന് പറഞ്ഞ് ചില വിടുതലുകൾ നടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞേ എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ തലമുറക്കെതിരെ, എനിക്കെതിരെ വാദിക്കുന്ന ഇരുട്ട്, നീ തോറ്റവനാണ്. ആരൊക്കെ പറയും നീ പറഞ്ഞേ, നീ തോറ്റവനാണടാ. നീ തോറ്റവൻ. കുടുംബ സമാധാനത്തെ കെടുത്തുന്ന, കുടുംബത്തിലെ സ്വസ്ഥതയെ കെടുത്തുന്ന, ആശ്വാസത്തെ കെടുത്തുന്ന, സ്വസ്ഥതയെ കെടുത്തുന്ന, സമാധാനത്തെ കെടുത്തുന്ന, ധൈര്യത്തെ കെടുത്തുന്ന സ്തോത്ര. ഇരുട്ടിന്റെ വ്യാപാരമേ, നീ തോറ്റവനാണ്. പറഞ്ഞേ, നീ തോറ്റവനാണ്. നിനക്ക് ജയമില്ല. നീ തോറ്റവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവനോട് പറ, നീ തോറ്റവൻ, നീ നാണം കെട്ടവനാണ്. നിനക്ക് എൻ്റെ മേൽ ഒന്നിനും അവകാശമില്ല, നിനക്ക് എൻ്റെ മേൽ ഒന്നിനും അധികാരമില്ല. കാരണം നീ തോറ്റവനാണ്. കാരണം എൻ്റെ യേശു ആരാ? ജയിച്ചവൻ. ഈ യേശുവിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെയും നിങ്ങളെയും ആര് തിരഞ്ഞെടുത്തു? പറ, ആര് തിരഞ്ഞെടുത്തു? പിതാവായ ദൈവം എന്നെയും നിങ്ങളെയും ലോക സ്ഥാപനത്തിന് മുമ്പേ, നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി, തിരഞ്ഞെടുത്തു. അതുകൊണ്ട് നീ യേശുവിലേക്ക് ടക്കന വരാം. സമയം തീരാറായി. 49 അടുത്ത വാക്യം വായിച്ചേ. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കൽ തന്നെ എൻ്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു. യെശയ്യാവ് 49 2 വാക്യം. അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി. അവൻ എന്നെ എന്ത് ചെയ്തു? ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, നിന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ദുഷ്ടൻ കാണാതെ മിനുക്കി ഒരമ്പാക്കി. ശത്രു കാണാതെ, ഇരുട്ട് കാണാതെ, അന്ധകാര ശക്തി കാണാതെ നിന്നെ ഒരു മിനുക്കി അമ്പാക്കി. എയ്യേണ്ട സമയമാകുമ്പോൾ എയ്യും കേട്ടോ. എയ്യേണ്ട സമയമാകുമ്പോൾ നിനക്കെതിരെ വരുന്ന അന്ധകാര ശക്തികളെ എയ്യാൻ നിന്റെ പ്രിയപ്പെട്ട, നിന്റെ കൂട്ടുകാർ, നിന്റെ അയൽവാസികൾ, നിന്റെ ബന്ധുക്കൾ നിന്റെ അടുക്കലേക്ക് വരുമ്പോൾ അവരുടെ അകത്തിരിക്കുന്ന പിശാചിനെ ഈ അമ്പ് കൊണ്ടൊന്ന് എയ്യാൻ, അവരുടെ കുടുംബത്തെ ഭരിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഈ അമ്പ് കൊണ്ടൊന്ന്. നിങ്ങൾക്ക് എത്ര വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞൂടാ. ആമേൻ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അമ്പിനെ എൻ്റെ കർത്താവിതാ മെനഞ്ഞു വെച്ചിരിക്കുകയാണ്, അനുഗ്രഹിച്ച് വെച്ചിരിക്കുകയാണ്, അതിനെ ശരിയാക്കി വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി അറിയാമോ? ചിലടത്ത് എയ്യാനുണ്ടെന്ന്. ഇന്നത്തെ ഈ പ്രതികൂല നീ പേടിക്കണ്ട, ഇന്നത്തെ ഈ പ്രശ്നം നീ പേടിക്കണ്ട. പ്രാർത്ഥന വർദ്ധിക്കട്ടെ, ആരാധന വർദ്ധിക്കട്ടെ. അവൻ എൻ്റെ വായ മൂർച്ചയുള്ള വാൾ പോലെയാക്കി. എന്തിനെ? വായേ നിനക്കെതിരെ നിൽക്കുന്ന ഇരുട്ടിനെ യേശുവിന്റെ നാമത്തിൽ വഴിമാറണമെന്ന് പറയാ. സ്വസ്ഥതയെ കെടുത്തുന്ന, സമാധാനത്തെ കെടുത്തുന്ന, ഉറക്കത്തെ നഷ്ടപ്പെടുന്ന തലമുറകളെ തലയിൽ കൈവച്ച് പറ, ദുഷ്ട ഇരുട്ട് എന്റെ കുഞ്ഞിനെ വിട്ട് നീങ്ങുമോ എന്ന് പറയുമ്പോൾ നിന്റെ വായിലൂടെ വരുന്ന ശബ്ദം അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ ചില മക്കളുടെ നാവിലേക്ക് ഇറങ്ങുകയാണ്. നിന്റെ കുഞ്ഞുങ്ങളുടെ രോഗത്തെ നോക്കി യേശുവിന്റെ നാമത്തിൽ പറ. പിശാചിനെ നോക്കി യേശുവിന്റെ നാമത്തിൽ വഴി മാറണമെന്ന് പറ. എടാ, എന്റെ പൈതലിനെ എന്റെ ദൈവം ഒരുക്കി തന്നത്, അവന് രോഗപ്പെടുന്ന, ക്ഷീണപ്പെടുന്ന ഇരുട്ടെ വഴിമ. ആമേൻ. ഇന്നൊരു കൃപപ്രാവിനെ നീ കരഞ്ഞിരിക്കാനല്ല, നിന്റെ നാവിനൊരു മൂർച്ച തന്നിട്ടുണ്ട്. അതൊരു മൂർച്ച തന്നിട്ടുണ്ട്. ഒരു മൂർച്ച ആ നാവിനൊരു ശക്തി, ആ നാവിനൊരു ആമേൻ. ഒരു അധികാര കൈമാറ്റം
ഒരു അധികാരം. അതെ 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 ഒരു അധികാര കൈമാറ്റം. പേടിച്ചിരിക്കാനല്ല, പേടിച്ചിരിക്കാനല്ല, പേടിച്ചിരിക്കാൻ. ഓ ഓ ഓ ആമേൻ ആമേൻ. ഒരു അധികാരമുണ്ട്, 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 അധികാരമുണ്ട്. ഓഹോ, നിന്റെ നാവിനൊരു അധികാരമുണ്ട്, നിന്റെ നാവിനൊരു അധികാരമുണ്ട്, ഒരു അധികാരമുണ്ട്. എത്ര വിശ്വസിക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. നിന്റെ നാവിന് ഒരു അധികാരമുണ്ട്. നിന്റെ നാവിന് എന്തുണ്ട്? ഒരു അധികാരമുണ്ട്. ഹല്ലേലൂയ. നീ വാ കൊണ്ട് ചിലത് പറയുമ്പോൾ അത് സംഭവിക്കും കേട്ടോ. കാരണം നിന്റെ നാവിന് എന്തുണ്ട്? ഒരു അധികാരമുണ്ട്. അതുകൊണ്ട് സഭാപ്രസംഗി സദൃശ്യവാക്യങ്ങൾ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു. എവിടെ ഇരിക്കുന്നു? മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അപ്പോൾ വിളിച്ചു വരുത്തണം. വാ കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിളിച്ചു വരുത്തണം. കഴിഞ്ഞ ദിവസം ദൈവത്തിന് മഹത്വം, ഓടിച്ചെന്ന് ദാനിയേൽ പോവുകയാണ്. പോയി ചെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ 3 പേര്. ആരൊക്കെയാണ് 3 പേര്? ശദ്രക്, മേശക്, അബേദ്നെഗോ. ഇത് 3 പേരും കൂട്ടുകാർ. 3 പേരും ദാനിയേലിനെ പോലെ പ്രാർത്ഥന വീരന്മാരാണ്. ഇവരൊരുമിച്ചാണ് താമസിക്കുന്നത്. 4 പേരും അങ്ങോട്ട് മുറിക്കകത്ത് കയറി മുറി പൂട്ടി അങ്ങ് പ്രാർത്ഥന തുടങ്ങി. എന്തിനു വേണ്ടി? ആ രാജ്യത്തിൽ കൊല നടക്കാൻ പാടില്ല. രാജാവ് കൊട്ടാരത്തിനകത്ത് കിടന്നുറങ്ങിയപ്പോൾ കണ്ട സ്വപ്നവും പറയണം, അർത്ഥവും പറയണം. പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അങ്ങോട്ട് മുട്ടുമടക്കി പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥന തുടങ്ങിയപ്പോൾ അങ്ങോട്ട് വെളിപ്പെട്ടു. അടുത്ത വചനം വായിച്ചേ. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞത്. കണ്ടോ, ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന അത്ഭുതങ്ങളെ കൊണ്ടുവരും, അതിശയങ്ങളെ കൊണ്ടുവരും, അടയാളങ്ങളെ കൊണ്ടുവരും, ദൈവപ്രവർത്തിയെ കൊണ്ടുവരും, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കൊണ്ടുവരും. ഉറങ്ങി ഉറങ്ങി ഇരിക്കരുത്, ഉറങ്ങി ഉറങ്ങി ഇരിക്കരുത്, തളർന്ന് തളർന്ന് ഇരിക്കരുത്. അത്ഭുതങ്ങളെ കാണണമോ? ദൈവത്തിൻ്റെ പ്രവർത്തികളെ കാണണമോ? പ്രാർത്ഥന ഉയരട്ടെ, ദൈവമായിട്ടുള്ള ബന്ധം വരട്ടെ, ദൈവത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങട്ടെ, സ്വയങ്ങൾ ഉടയട്ടെ. മണിക്കൂറുകൾ അപ്പൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ, നിലവിളിക്കാൻ, കരയാൻ, കുറവുകളെ ഉണരാൻ, തെറ്റുകളെ ഉണരാൻ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ, സഭയ്ക്കകത്ത് വന്ന് വീട് കിടക്കാൻ, പ്രവാസ പ്രാർത്ഥനയ്ക്കകത്ത് വന്ന് വീട് കിടക്കാൻ, വെള്ളിയാഴ്ച ആരാധനയ്ക്ക് വന്ന് വീട് കിടക്കാൻ, ഞായറാഴ്ച ആരാധനയ്ക്ക് വന്ന് വീട് കിടക്കാൻ, വ്യാഴാഴ്ച വൈകുന്നേരം ആരാധനയ്ക്ക് വന്ന് വീട് കിടക്കാൻ, ദൈവശക്തിയാൽ നിറയുക. ആമേൻ. ഹൃദയം തുറന്ന് ദൈവത്തോട് സംസാരിക്കാൻ, ഭവനത്തിനകത്ത് വീട്ടിനകത്ത് രാവും പകലും ദൈവഭാഗത്ത് നെടുമ്പാട് വീട് കിടക്കാൻ. എനിക്കും നിനക്കും കഴിഞ്ഞ ഞാൻ പറയാം, ശത്രുവിന്റെ താവളങ്ങൾ പൊളിയും, അവന്റെ പദ്ധതികൾ തകരും, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഉടയും, അന്യായ ബന്ധനങ്ങൾ അഴിയും. നമ്മളറിയാത്ത വലിയ വിടുതലുകൾ നമ്മുടെ മേൽ വരും, നമ്മുടെ ദേശത്തിന്റെ മേൽ വരും. ഇത് വരണമെങ്കിൽ ഉറങ്ങുന്ന ജനത്തെ അല്ല ആവശ്യം, പ്രാർത്ഥിക്കുന്ന ഉണർവുള്ള ഒരു ജനം. റിപ്പൽകനാദ രക്ഷിമന ഘടകർക്കദര ക്ഷമാന ഘടകർക്കദരാദര ശൂടസമന ഹസ്കോറിയ അലഗന്ധനാദര റിവത്തമന ഘടകർക്കദര ക്ഷമാന ഘടകർക്കദരാദര റൂഡസമന ഹസ്കോറിയ അലഗന്ധനാദര. ഇന്ന് പകൽക്കാലം പ്രാർത്ഥന നഷ്ടപ്പെട്ട ആരൊക്കെ ഇതിനകത്ത് ഇരിക്കുന്നു? അവരുടെ കെട്ടുകൾ പൊട്ടട്ടെ. അരയെ മുറുക്കിക്കൊള്ളുക, അര മുറുക്കിക്കൊള്ളുക, അര മുറുക്കിക്കൊള്ളുക. പ്രാർത്ഥിക്കാനുള്ള അരയെ മുറുക്കിക്കൊള്ളുക, പ്രാർത്ഥിക്കാനുള്ള അരയെ മുറുക്കിക്കൊള്ളുക. കഴിഞ്ഞ നാളുകളിൽ എങ്ങനെ പ്രാർത്ഥിച്ചുവോ അതുപോലെ പ്രാർത്ഥിക്കാനുള്ള അരയെ മുറുക്കി. ഓ ആമേൻ ആമേൻ. വായി തുറന്ന് പ്രാർത്ഥിര്, വായി തുറന്ന് പ്രാർത്ഥിര്, വായി തുറന്ന് പ്രാർത്ഥിര്. എന്നെ തകർക്കാൻ നോക്കുന്ന പാപത്തിന്റെ ശക്തികളെ, എന്നെ തകർക്കാൻ നോക്കുന്ന പാപത്തിന്റെ ശക്തികളെ ഇല്ല 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 ഇല്ല. ഞാൻ നിന്നെ തകർക്കും യേശുവിന്റെ നാമത്തിൽ. പറ, ഞാൻ യേശുവിന്റെ നാമത്തിൽ എന്നെ പാവ പ്രേരണ കൊണ്ടിട്ട് എന്നെ തകർക്കുന്ന ഇരുട്ട് ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്നെ തകർക്കും. ഓ പറഞ്ഞേ പറഞ്ഞേ പറഞ്ഞേ. യേശുവിന്റെ നാമത്തിൽ എൻ്റെ ചിന്തയിൽ, എൻ്റെ വിചാരത്തിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ നോട്ടത്തിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ ജീവിത രീതിക്കകത്ത് പാവപ്പെടുന്ന നൂട്ട പിശാചേ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ തകർക്കുന്നു. Rapalkana, 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 Randalkana, 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 Radara, Daraktimana, Gadagar Kadara, Shama, Gadagar Kadara, Shudastamana, Haskandana, Gadagar Kadara, Shudastamana, Haskoria, Lagandana, Pavate Vita Puratura, Pavate Vita Puratura, Andakar Sakti Vita Puratura, Irutin the Yamara Vita Puratura, Oh, Talamara Haradikate, Talamara Haradikate, Davis of the Gelkate,
ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തച്ചുടച്ച് പുറത്തു വരാൻ പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ സഭയ്ക്കകത്ത് സ്വർഗീയ തീ, സ്വർഗീയ തീ, സ്വർഗീയ തീ, സാത്താന്റെ മണ്ഡലങ്ങളെ ഉടയ്ക്കുന്ന തീ, അന്യായ ബന്ധനങ്ങൾ ഉടയ്ക്കുന്ന തീ, ദുർഭൂതങ്ങളെ കത്തിക്കുന്ന തീ, ഇരുട്ടിന്റെ പേർവാഴ്ചകളെ കത്തിക്കുന്ന തീ, ഭവന തലങ്ങൾക്കകത്ത്, കുടുംബ തലങ്ങൾക്കകത്ത് വാദിച്ച് വെല്ലുവിളിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തകർക്കുന്ന തീ. ഓ ആമേൻ, 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 ആമേൻ. അതെ 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 അതെ. കുടുംബത്തിനകത്ത് സമാധാനം ഇല്ലയോ? കുടുംബത്തിനകത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലയോ? കുടുംബത്തിനകത്ത് പ്രാർത്ഥന ഇല്ലയോ? ദൈവത്തോട് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലയോ? പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴേ ഉറക്കമാണോ? വചനം വായിക്കാൻ പറ്റുന്നില്ലയോ? ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലയോ? ഭയഭക്തിയോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലയോ? സന്നിധി ബോധത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലയോ? ഇന്ന് പകൽക്കാലം കെട്ടുകളെ ഉടച്ച് പുലർത്തുക. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിനകത്ത് 10-ാം അധ്യായത്തിനകത്ത് അവർക്ക് പറഞ്ഞു തന്നതാ, ദൈവത്തിന് ഞങ്ങളോട് പറയാനുള്ളത് കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. ദൈവം നമ്മളോട് പറയുന്ന ഇടമാണ്. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവം നമ്മളോട് പറയും. ദൈവ വേലക്കാരിലൂടെ നമ്മളോട് ദൈവം എന്ത് ചെയ്യും? ഇടപെടും. ദൈവ വേലക്കാരിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഇടപെടും. ദൈവ വേലക്കാരിലൂടെ ഇടപെടും. ദൈവ വചനത്തിലൂടെ ഇടപെടും. ആരാധനയ്ക്കകത്ത് ഇടപെടും. നേരിട്ട് ഇടപെടും. നമ്മൾ വചനം ഒറ്റയ്ക്ക് വായിക്കുമ്പോൾ ഇടപെടും. ഇടപെടുമ്പോൾ തിരിച്ചറിഞ്ഞോണം, എന്നോട് ദൈവം സംസാരിക്കുകയാണ്. സംസാരിക്കുമ്പോൾ ആ സംസാരത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ കഴിഞ്ഞാൽ ഞാൻ പറയാം, വലിയ വലിയ അത്ഭുതങ്ങൾ വരുന്ന നാടുകൾ കാണാൻ പോകുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഉദാസീനതയോടെ ഒന്നും കാണല്ലേ, സന്നിധി ബോധത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവിനോട് പറയണം, കർത്താവേ ഞാൻ സന്നിധി ബോധത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കും. എന്താ എൻ്റെ അർത്ഥം? സന്നിധി ബോധം എന്ന് എന്താ അർത്ഥം? ഞാൻ എവിടെയാണ് ഇരിക്കുന്നതെന്നും ഞാൻ ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്നും ആരുടെ മുമ്പിലാണ് ഇരിക്കുന്നതെന്നുള്ള ബോധത്തോടെ പ്രാർത്ഥിക്കാം. ഞാൻ ഇരിക്കുന്നത് ഒരു അഡ്വക്കേറ്റിന്റെ മുമ്പിലല്ല, ഞാൻ ഇരിക്കുന്ന ഒരു ജഡ്ജിയുടെ മുൻപിലല്ല, ഞാൻ ഇരിക്കുന്ന ഒരു പോലീസിന്റെ മുമ്പിലല്ല, ഞാൻ ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ മുൻപിലല്ല, സകലത്തെ നിർമ്മിച്ചുരുവാക്കിയ സർവശക്തന്റെ മുൻപിലാണ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ഒരു സന്നിധി ബോധം എനിക്ക് വേണം. പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനകൾ, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ദൈവം പ്രസാദിക്കണം. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ദൈവം പ്രസാദിക്കണം. അപ്പ അങ്ങ് പ്രസാദിക്കുന്ന പ്രാർത്ഥന വെളിപ്പെടുക, ആത്മാവിലുള്ള പ്രാർത്ഥന വെളിപ്പെടുക, അഭിഷേകത്തിലുള്ള പ്രാർത്ഥന വെളിപ്പെടുക, ദൈവാലോചന പ്രകാരമുള്ള പ്രാർത്ഥന വെളിപ്പെടുക, ആത്മാവിലുള്ള പ്രാർത്ഥന വെളിപ്പെടുക, ആത്മാവിൽ ബന്ധിക്കപ്പെട്ട ആളായി പ്രാർത്ഥിക്കുക. ചിലരുടെ കെട്ടുകൾ പൊട്ടുകയാണ്, ബന്ധനങ്ങൾ അഴിയുകയാണ്, ചങ്ങലകൾ അഴിയുകയാണ്, ചങ്ങലകൾ അഴിയുകയാണ്, ചങ്ങലകൾ അഴിയുകയാണ്, ചങ്ങലകൾ അഴിയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആൾക്കാരുണ്ട്, മറ്റൊരാൾ വന്ന് പ്രാർത്ഥിച്ച് എല്ലാവരുടെ അടുത്ത് മാറണം. നമ്മൾ ഉറങ്ങിയിരിക്കും, ഇങ്ങനെ ഇരിക്കുള്ളൂ. അത് പള്ളിയിലും അങ്ങനെ തന്നെ, വീട്ടിലും അങ്ങനെ തന്നെ, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ എന്തിനാ ഉറങ്ങിയെന്ന് വെച്ചാൽ ഇങ്ങനെ സ്തോത്രം പറഞ്ഞത്, ഇങ്ങനെ സ്തോത്രം ഇങ്ങനെയാണ് വീണ പറയും. ഇത് ഈ സ്തോത്രം എന്ന് പറയാൻ വേണ്ടിയപ്പോൾ സ്തോത്രത്തിൻ്റെ വാക്കിൽ അങ്ങ് താന്ന് പറയുക, സ്തോത്രത്തിൻ്റെ വെയിറ്റിൽ സ്തോത്രം. വിടുതൽ ആവശ്യമില്ല. എന്നിട്ട് പറയുന്നത് എന്തെന്നാണ്? വചനത്തിനെയും പള്ളിയാണ് പറയുന്നത്. ഞാൻ പറയും, ക്രിസ്തുവിൽ ഒരാൾ പോയ ബാക്കിയെല്ലാം ആര് നോക്കും? ക്രിസ്തുവിലല്ലേ അല്ലേ പോക്ക് തന്നെയാ. സ്വന്തം ക്രിസ്തുവിലാണോ? പേടിക്കാനൊന്നും ഇല്ല. നമുക്കതുകൊണ്ട് വചനത്തിലേക്ക് ടക്കന വരാം. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 35-ാം വചനം വായിക്കുമ്പോൾ അതിനകത്തൊരു പ്രബോധനം യേശു ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു പ്രബോധനമാണ്. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 35-ാം വാക്യം വായിച്ചാട്ടെ. നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. എന്തു വന്നാലും മാറാത്തവൻ എൻ കൂടെ ഇരിക്കുന്നു, എന്തു വന്നാലും മാറാത്തവൻ എൻ കൂടെ നടക്കുന്നു, എന്തു വന്നാലും മാറാത്തവൻ എൻ കൂടെ ഇരിക്കുന്നു, എന്തു വന്നാലും മറക്കാത്തവൻ എൻ കൂടെ നടക്കുന്നു. തൻ്റെ ദയ എന്നെ വിട്ട് ഒരു നാളും മാറിടുമോ? തൻ്റെ കൃപ എന്നെ വിട്ട് ഒരു നാളും നീങ്ങിടുമോ? ഒരു നാളും മാറില്ല, ഒരു നാളും നീങ്ങില്ല, ഒരു നാളും മാറില്ല, ഒരു നാളും
ഹല്ലേലൂയ. സ്വത്രം. വായിച്ചേ, ഒന്നുകൂടെ വായിക്കാം വാക്യം. നിങ്ങളുടെ അര കെട്ടിയും നമ്മളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ, യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന്, ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട്, കാത്തിരിക്കുന്നല്ല കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. രണ്ട് കാര്യം. ഒന്ന്, അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കണം. ആരാ കെട്ടണം? നഹൂമിന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. വായിച്ചേ, നഹൂമിന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക. എന്ത് വരികയാണ്? സംഹാരകൻ. സംഹാരകൻ എന്ന് അർത്ഥം എന്താ? പറ. സംഹാരകൻ പേടിക്കാതെ പറ. സംഹരിക്കുന്നവൻ. സംഹരിക്കുന്നവൻ അർത്ഥം എന്താ? കറക്റ്റ് പറ, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ. കൊല്ലുന്നവൻ. അർത്ഥം ആയുസിനെ വലിച്ചെടുത്തോണ്ട് പോകുന്നവനാണ് സംഹാരകൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇതിൽ നഹൂമിൽ പറയുന്നത്, സംഹാരകൻ നിനക്കെതിരെ വരുന്നു, കോട്ട കാത്തുകൊള്ളുക. നിനക്കെതിരെ ആര് വരികയാ? സംഹാരകൻ വരികയാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? യവൻ കടക്കാത്ത കോട്ട കാത്തുകൊള്ളണം. അടുത്ത വരി. വഴി സൂക്ഷിച്ചു നോക്കുക. വഴി വഴി സൂക്ഷിച്ചു നോക്കുക. അര മുറുക്കുക. അടുത്ത് അര മുറുക്കുക. ഉണ്ടോ? വഴി സൂക്ഷിച്ചോളണം. പിന്നെ എന്ത് ചെയ്യണം? അര മുറുക്കണം. സംഹാരകൻ നിനക്കെതിരെ വരുന്നു, കോട്ട കാത്തുകൊള്ളണം, വഴി സൂക്ഷിച്ചോളണം, അര മുറുക്കിക്കൊള്ളണം. അപ്പോൾ രണ്ട് കാര്യം. ഒന്ന്, ലൂക്കോസ് 12:35 പറഞ്ഞു, എന്തോന്നാണ്? വിളക്ക് കത്തിയും അര കെട്ടിയും ഇരിക്കട്ടെ. നഹൂമിന്റെ പുസ്തകത്തിൽ പറഞ്ഞു, സംഹാരകൻ നിനക്കെതിരെ വരുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യണം? അര മുറുക്കിക്കൊള്ളണം, കോട്ട കാത്തുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവ പൈതലിനോട് പറയുകയാണ്, മക്കളെ, സംഹാരകൻ വരാറായി. യേശുക്രിസ്തുവിന്റെ വരവെടുത്തു. ഒപ്പം സ്തോത്രം, ഒരു എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന് മുമ്പേ ഒരു കൂട്ടം പേർ കർത്താവിൽ മറിഞ്ഞ് കർത്താവിൻ്റെ അടുത്ത് പോകും. അവിടെ ഒരു വലിയൊരു രക്തപ്പുഴ ഒഴുകാറായി. അതിനകത്ത് നീ വീണ് നഷ്ടപ്പെടരുത്. നീ കർത്താവിൻ്റെ കൂടെ കയറി വരണം. അതിന് നിന്റെ കോട്ട നീ ആത്മാവിൽ നിറഞ്ഞ് കാത്തുകൊള്ളണം. ആത്മാവിൽ നിറഞ്ഞ് നിന്റെ കോട്ടയെ ശത്രു കടക്കാതെ, ഇരുട്ട് കടക്കാതെ, പാപം കടക്കാതെ, അശുദ്ധി കടക്കാതെ, കപടം കടക്കാതെ, അന്ധവിശ്വാസം കടക്കാതെ, അനാചാരം കടക്കാതെ, ലോകമോഹം കടക്കാതെ, ഇരുട്ടിന്റെ ശക്തി കടക്കാതെ നിന്റെ കോട്ടയെ നീ എന്ത് ചെയ്യണം? ജീസസ്. ഒന്നുകൂടെ വായിച്ചേ വരി. നഹൂമിന്റെ പുസ്തകം 2:1. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക. വഴി സൂക്ഷിച്ചു നോക്കുക. അര മുറുക്കുക. അര മുറുക്കുക. നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. നിന്നെ തന്നെ എന്ത് ചെയ്യണം? നല്ലവണ്ണം പോരാടി ജയിക്കാൻ ഒരു ശക്തി പ്രാപിച്ചോളണം. പോരാടി ജയിക്കാൻ ഒരു ശക്തി പ്രാപിച്ചോളണം. ഇതിനകത്ത് ഉറങ്ങി വന്നിരുന്നിട്ട് ഒരു അർത്ഥവും ഇല്ല. ഉറങ്ങി പോയിട്ട് ഒരു അർത്ഥമില്ല. ഈ അന്ത്യ സെക്കൻഡുകൾ നമ്മൾ അടുത്ത് വന്നിരിക്കുമ്പോൾ നമ്മൾ ഉണർന്നോളണം. ഒരു വശത്ത് കർത്താവ് വരുന്നു, നീ അരക്കെട്ടി എപ്പം വന്നാലും കയറി പോകാൻ അഭിഷേകത്താൽ നിറഞ്ഞ് പാപത്തെ ജയിച്ച്, ദൂട്ടനെ ജയിച്ച്, ഇരുട്ടിനെ ജയിച്ച്, ലോകത്തെ ജയിച്ച്, അന്യായ ബന്ധനങ്ങളെ ഉടച്ച്, നുകത്തെ ഉടച്ച്, ഓരോ സെക്കൻഡ് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, പാപത്തെ ജയിച്ച്, ദുഷ്ടശക്തികളെ ഉടച്ച്, ഓരോ സെക്കൻഡും ആത്മാവിൽ ജയിക്കണം. നിങ്ങൾക്ക് ഇത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ കുറവുകൾ ഉണർന്നോളണം. നിരപ്പ് പ്രാപിക്കാനായിട്ടെല്ലാം എന്ത് ചെയ്യണം? നിരപ്പ് പ്രാപിക്കാനായിട്ടെല്ലാം എന്ത് ചെയ്യണം? നിരപ്പ് പ്രാപിച്ച് ആരാ മുറുകിക്കൊള്ളണം. മക്കളെ, സ്വർഗത്തിൽ കർത്താവിന്റെ വരവെടുത്തു. ആ ശബ്ദം കേൾക്കാൻ നീ ആരാ മുറുകിക്കൊള്ളണം. ശബത്തമന്റെ ഘടകർക്കതരാധ രക്ഷിമന ഘടകജന. എന്തിനാണ് അര മുറുക്കേണ്ടത്? ആ ശബ്ദം കേൾക്കാൻ ആരാ മുറുക്കണം? അപ്പന്റെ വരവെടുത്തു. ആ ശബ്ദം കേൾക്കാൻ ആരാ മുറുകിക്കൊള്ളണം? മക്കളെ, ഇനി വാ എന്ന് പറയുമ്പോൾ കയറിപ്പോകാൻ ആ ശബ്ദം കേൾക്കാൻ ആരാ മുറുക്കിക്കൊള്ളണം? എന്തിനര മുറുക്കണം? യേശുവിന്റെ ശബ്ദം കേൾക്കാൻ ആരാ മുറുക്കണം? ആരാ മുറുക്കണം? സ്വത്രം. ആരാ മുറുക്കണം? ആരാ മുറുക്കിക്കൊള്ളണം? എന്തിനു വേണ്ടി? കർത്താവിന്റെ വരവിൽ കയറിപ്പോകാൻ ഒരു ശക്തി നിന്റെ മേൽ വരാൻ നീ ആരാ മുറുക്കിക്കൊള്ളണം? പാപത്തെ ജയിച്ച്, ദുഷ്ടനെ ജയിച്ച്, ഇരുട്ടിനെ ജയിച്ച്, ലോകത്തെ ജയിച്ച്, അന്ധകാര ദുഷ്ട ദുർഭൂതങ്ങളെ ഉടച്ച് നീ മുന്നോട്ട് വെക്കൊള്ളണം. സംഹാരകൻ നിനക്കെതിരെ വരുന്നുണ്ട്. കോട്ട കാത്തുകൊള്ളുക, കോട്ട കാത്തുകൊള്ളുക. ഇരുട്ടിന്റെ ശക്തികളെ ഉടക്കുക, പാപത്തിന്റെ ശക്തികളെ ഉടക്കുക, അന്ധകാര ശക്തികളെ ഉടക്കുക. നിന്നെ മുന്നോട്ട് വിടുകയില്ലെന്ന് വാദിച്ചു പറയുന്ന, തർക്കിക്കുന്ന ഇരുട്ടിന്റെ തന്ത്രങ്ങളെ ഉടച്ചുകൊണ്ട് ആത്മാവിന്റെ ജയത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ കോട്ടയെ കാത്തുകൊള്ളണം. അരമുറുക്കണം. എന്തിനു വേണ്ടി അരമുറുക്കണം? പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു എന്തിനു വേണ്ടി അരമുറുക്കണം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ.
അരകെട്ടിയും കാലിന് ചെരിപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം. അത് യഹോവയുടെ പെസഹ ആകുന്നു. നിങ്ങൾ തിടുക്കത്തോടെ തിന്നേണം. എങ്ങനെ ഇരിക്കണം? ഒന്നുകൂടെ വായിച്ചേ. അരകെട്ടിയും കാലിന് ചെരിപ്പിട്ടും. അരകെട്ടിക്കൊള്ളണം പൈതലേ. ഒരു പെസഹ നടക്കാൻ പോകയാ. ഒരു പെസഹയ്ക്ക് ഒരു വിടുതൽ നടക്കാൻ പോകയാ. ഒരു അത്ഭുതം നടക്കാൻ പോകയാ. 430 വർഷം സ്വോത്ര ഹല്ലേലൂയ മിസ്രൈമിയ ഊഴിയ വേലയ്ക്കകത്ത് ദൈവത്തിന് സ്വോത്രം ദൈവജനത്തെ ആരാധിക്കാൻ വിടാതെ അവൻ ഒതുക്കി തകർത്ത് തരിപ്പണമാക്കി അവൻ ചൂളക്കകത്ത് വേവിക്കുന്ന രീതിയിൽ ഹല്ലേലൂയ 430 സംവത്സരം മിസ്രൈമിന്റെ ഇരുമ്പുരുക്ക് ഫർണസിനകത്ത് അനേകർ തകർന്ന് അനേകർ മരിച്ചു. എന്നാൽ ഇന്നും അനേകർ മരണം കാത്ത് കിടക്കുന്നവരുണ്ട്. അനേകർ ഇസ്രായേൽ മക്കൾ അനേകർ അടിമ നുകത്തിനകത്ത് രോഗത്തോടെ കിടക്കുന്നവരുണ്ട്. അടിമ പണി ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ വളരെ വേദനയോടെ കിടക്കുമ്പോൾ ഒരു ദിവസം ഈ ജനം നിലവിളിച്ചു, ദൈവമേ ഈ ഫർണസിനകത്ത് ഞങ്ങൾ കത്തി കരിയുന്നു, ഞങ്ങൾ തകരുന്നു. എൻ്റെ ഇന്ന ബന്ധുക്കളെല്ലാം തകർന്നു, എൻ്റെ ഇന്ന ബന്ധുക്കളെല്ലാം ഇതാ കിടപ്പിലായി, ഞങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ശേഷിയില്ല, ഞങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. ദൈവമേ ഒരിക്കലത്തേക്ക് ഞങ്ങളുടെ പാപം ക്ഷമിച്ച് ഞങ്ങളോട് മനസ്സരിയണമേ എന്ന് ഇതാ ജനം കൂട്ട നിലവിളി വിളിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത് വായിച്ചേ. 2-ാം വാക്യം മുതൽ അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീപിടിച്ചു കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. അടുത്തവര് മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. അടുത്തവര് നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരിപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. പറഞ്ഞു ചെരിപ്പ്. സ്തോത്രം. ഈ ഭൂമിയിൽ വിശുദ്ധം എന്ന് പറയുന്ന എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ കർത്താവ് ഇറങ്ങിയാൽ ആ സ്ഥലം എങ്ങനെയുള്ള സ്ഥലമായിരുന്നാൽ എന്താകും? വിശുദ്ധമാകും. കാരണം വിശുദ്ധൻ ഇറങ്ങിയാൽ ഏത് ഇരുട്ടും മാറിയിട്ട് അവിടെ എന്ത് ഭൂമിയാകും? വിശുദ്ധ ഭൂമി. മോശയുടെ അടുക്കൽ ദൈവം ഇറങ്ങി ജനത്തിന്റെ വിളി കേട്ടു. അവരുടെ ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള നിലവിളി, അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ സ്വർഗത്തിലെ ദൈവം 3-ാം അധ്യായം വായിക്കുമ്പോൾ അവരുടെ സങ്കടങ്ങൾ കണ്ടു. 8 മുതൽ വായിക്കുമ്പോൾ സങ്കടങ്ങൾ കണ്ടു. അവരുടെ വേദന ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് കർത്താവ് മോശയെ വിളിച്ചു. മോശ പറഞ്ഞു, കർത്താവേ എൻ്റെ വിക്ക് നിനക്ക് അറിഞ്ഞൂടെയോ? പണ്ട് നമുക്കറിയാം EMSന്റെ കാലത്ത് സ്വത്രം ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. രാജ്യത്ത് ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരുന്നപ്പോൾ EMSയിലെ ചെറിയ വിക്കുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയാതെ. അപ്പോൾ വിക്കി യുദ്ധ പറഞ്ഞെങ്കിൽ കുറച്ച് നേരം എടുക്കും. യു പറഞ്ഞ് അടുത്ത് യുദ്ധം പറഞ്ഞെങ്കിൽ കുറച്ച് നേരം എടുക്കും. ചിരിക്കാൻ വേണ്ടിയല്ല, സത്യം പറഞ്ഞേ. യുദ്ധം ഒരു 3-4 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഇവർക്കൊന്നും പിടികിട്ടില്ല. ഇവരെല്ലാത്തിനും വെടിവെച്ച് കൊന്നു. പക്ഷെ എല്ലാം വെടിവെച്ച് കൊന്നു കഴിഞ്ഞപ്പോഴാണ് യുദ്ധത്തിൽ വെടിവെക്കലെന്ന് പറയാൻ എടുത്ത സമയം അതിന് മുമ്പ് എല്ലാത്തിനും കൊന്നിട്ടു. അതാണ് വിക്ക്. മനസ്സിലായോ? എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഈ വാക്കിൻ്റെ അവസാനം വന്നത്. വെടിവെക്കല്. പറഞ്ഞു ഇതുപോലെയായിരുന്നു ആര്? മോശ. അപ്പൊ ദൈവം പറഞ്ഞു, മോശ നിന്റെ വിക്കും ഞാനല്ല ഇട്ടത്, പക്ഷെ നീ വിക്കനെങ്കിലും നിന്റെ കൂടെ ഒരുത്തനെ ഞാൻ അയക്കും. വിക്കില്ലാത്ത അഹരോനെ അവൻ സംസാരിക്കും. അവൻ ഇന്ന് ഇതിനകത്തും ദൈവം അരമുറുക്കാൻ ചിലരോട് കൽപ്പിക്കുക. മോനെ നിനക്കൊരു ഡ്യൂട്ടി ഉണ്ട്, അരമുറുക്കിക്കോ. അയ്യോ കർത്താവ് എനിക്കൊന്നും അറിയത്തില്ല, അയ്യോ കർത്താവ് എന്നെ കൊണ്ട് ഇതിന് പറ്റത്തില്ല എന്ന് പറയരുത്. അരമുറുക്കിക്കോ. എന്തിനരമുറുക്കിക്കോ? ഈ പറവോന്റെ ഊഴിയ വേലയിൽ നിന്ന് പുറത്തു വരാൻ നീ അരമുറുക്കിക്കോ. കഴിഞ്ഞ നാളുകൾ നിന്റെ കുടുംബത്തിനകത്ത് ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ ഇന്നും ആരാധിക്കാൻ വിടാതെ വണ്ണം ജീസസ് കെട്ടപ്പെട്ട് കിടക്കുകയല്ലയോ? എന്നാൽ ഇന്ന് പകൽക്കാലം സ്വർഗം പറയുന്നു, മക്കളെ അരമുറുക്കിക്കോ.